ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ നല്ല പകൽക്കാലത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി ദൈവസന്നിധിയിൽ നമുക്കെല്ലാവർക്കും കടന്നു വന്ന് ജീവനുള്ള ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ആരാധിക്കുവാനും ഒക്കെ ദൈവം നൽകിയ ഈ അവസരത്തിനായി എത്ര പേര് നന്ദിയുള്ളവരാണ്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ വേദിയിലായിരിക്കുന്ന ദൈവദാസന്മാർ, പ്രത്യേകിച്ച് പാസ്റ്റർ ഫെമിൻ, എന്നെ ക്ഷണിച്ച ദൈവദാസന് ഒരു പ്രാവശ്യം കൂടി നന്ദി ഞാൻ അറിയിക്കുന്നു. അതുപോലെ ഉള്ള മറ്റുള്ള ദൈവദാസന്മാർ, അതുപോലെ ഈ സദസ്സിലായിരിക്കുന്ന ദൈവദാസന്മാരുണ്ടെങ്കിൽ അവർക്കും, ദൈവദാസിമാർക്ക് പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിൽ നിന്ന് സൂസൻ പണിക്കർ ആൻറ്റി നമ്മുടെ മധ്യത്തിലുണ്ട്. താങ്ക് യു ആൻറ്റി ഫോർ കമ്മിങ്. പിന്നെ ബാക്കി ഉള്ള എല്ലാ, ഇന്നലെ നമ്മൾ കേട്ടതുപോലെ വിശ്വാസികളല്ല, ഞാൻ വിചാരിച്ചു ഇനി തൊട്ട് ആ വാക്ക് അറിയാമെങ്കിലും, പക്ഷെ നമ്മളങ്ങനെ പറയുമല്ലോ, നമ്മളങ്ങനെ ഗ്രീറ്റ് ചെയ്യുമ്പം എല്ലാ വിശ്വാസികൾക്കും സ്നേഹവന്ദനം എന്ന് പറയുമല്ലോ. അപ്പം ഇന്നലെ ഞാനൊന്ന് തീരുമാനിച്ചു, ഇനി വിശ്വാസികളല്ല, എന്തുവാ ഇന്നലെ നമ്മൾ കേട്ടവർ ശിഷ്യന്മാർക്ക്, ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർക്ക് സ്നേഹവന്ദനം. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. വിശ്വാസിയായി മാത്രം ജീവിക്കാനല്ല കർത്താവ് പറഞ്ഞത്, ശിഷ്യന്മാരെ, ആമേൻ, ടു റേസ് അപ്പ് ഡിസൈപ്പിൾസ്. സോ ഇന്ന് ദൈവം നമ്മളോട് ഇടപെടുവാൻ, സംസാരിക്കുവാൻ, നമ്മൾ ആ ആഗ്രഹത്തോടുകൂടി, ആ പ്രാർത്ഥനയോടുകൂടി, ആ വാഞ്ചയോടുകൂടി നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നെങ്കിൽ ദൈവം നമ്മളോട് ഇടപെടും, ദൈവം നമ്മളോട് സംസാരിക്കും. എത്ര പേര് ആഗ്രഹിക്കുന്നു, ദൈവമേ അങ്ങയുടെ ശബ്ദം ഇന്ന് എനിക്കൊന്ന് കേൾക്കണം? ഹല്ലേലൂയ. പേഴ്സസ് ജോണിൻ്റെ വാക്കുകളല്ല, പക്ഷെ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ശബ്ദം, ഹല്ലേലൂയ, ആമേൻ, കേൾക്കാൻ എത്ര പേര് ആഗ്രഹിക്കുന്നു? അങ്ങനെ ആണെങ്കിൽ ഒരു വരി പറഞ്ഞാട്ട്, കർത്താവ് ഇന്ന് എന്നോട് സംസാരിക്കണം, ഇന്ന് എന്നോട് ഇടപെടണം. ആമേൻ, ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്ന് ഒരു വാക്ക്, ഒരു ദൂത്, ഒരു ആലോചന, ഹല്ലേലൂയ, ഒരു വചനം മതി നമ്മുടെ ജീവിതത്തെ ആകമാനമായി ഇളക്കി മറിക്കുവാൻ. ആമേൻ. ഹമാനക ശന്ധകരഗസ്യാരബ റിബാനക ശേഖേരിയാരബ ശന്തനാദനാദഗസി. യെസ് ലോർഡ്, സ്പീക്ക് ടു us ടുഡേ മോർണിംഗ്. കർത്താവേ, ഞങ്ങളോട് ഇടപെടണമേ, ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവെ, ഞാൻ പ്രിപ്പയർ ചെയ്ത് വന്നെങ്കിലും കർത്താവെ, അതിലും ഉപരിയായി അങ്ങ് എന്ത് കർത്താവെ അങ്ങയുടെ ജനത്തോട് പറയാൻ ആഗ്രഹിക്കുന്നോ അത് കർത്താവെ അടിയൻ്റെ അധരത്തിൽ നിന്ന് ഇന്ന് പുറപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ഞാൻ എന്നെ തന്നെ ഒരു പ്രാവശ്യം കൂടി ഏൽപ്പിച്ചേരുന്നു, സമർപ്പിക്കുന്നു. മഹത്വം അങ്ങേക്ക്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സോ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ ചർച്ചിൽ വന്നപ്പോൾ ഒരു പാസ്റ്റർ എന്നോട് പറഞ്ഞ് വചനം ഒന്ന് അല്പം പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഷെയർ ചെയ്ത്, ഞാൻ ഇന്ന് ഓർക്കുമായിരുന്നു ഏത് വചനമാണെന്ന്. നിങ്ങൾക്കാർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയുണ്ട്. ഈവൻ ദോ ഞാൻ ഒത്തിരി അടുത്ത് വചനം ഷെയർ ചെയ്യുമെങ്കിലും ആരാധനയ്ക്ക് വേണ്ടിയാണ് മിക്കവാറും വിളിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അത് ദൈവത്തിൻ്റെ എൻ്റെ മേൽ ഉള്ള ഒരു പ്രവചന അല്ലെ ഒരു ദൂതായതുകൊണ്ട് അതിലേക്കും ദൈവം എന്നെ ഇപ്പം ആ ശുശ്രൂഷയും കൂടി ചെയ്യിക്കാൻ, അങ്ങോട്ട് ചോദിക്കാതല്ല ഇങ്ങോട്ട് തന്നെ ദൈവം തന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ആരാധനയ്ക്ക് വേണ്ടി വിളിക്കുമ്പോഴും കുറച്ച് നാളുകൾ മുന്നേ ചില ദൈവദാസന്മാർ, ചില ദൈവദാസിമാർ ഇങ്ങനൊരു ദൂത് എൻ്റെ മേൽ റിലീസ് ചെയ്തു, വചന ശുശ്രൂഷയും കൂടി ദൈവം ഏൽപ്പിക്കുന്നെന്നുള്ളത്. അപ്പം ഞാൻ വിചാരിച്ച്, അയ്യോ, എനിക്ക് ഒന്നാമത് ഭാഷ പോലുമില്ല. ഞങ്ങളുടെ അവിടെ ഹിന്ദിയിലും ഇംഗ്ലീഷും ഒക്കെ പറയാം, പക്ഷേ മലയാളക്കരയിൽ വരുമ്പോൾ മലയാളം അറിയാതെ എങ്ങനെയാ വചനം സംസാരിക്കുന്നത്? പക്ഷേ ഉള്ള മലയാളത്തിൽ ആമേൻ വചനം ശുശ്രൂഷിക്കാൻ ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി ദൈവം എൻ്റെ ജീവിതത്തിൽ അനേക വർഷങ്ങൾ, ഇപ്പോഴും, പക്ഷേ നാളുകളിന് മുന്നേ ദൈവസന്നിധിയിൽ, ദൈവവചനവുമായി ദൈവസന്നിധിയിൽ ഇരുന്ന് വർഷങ്ങൾ ദൈവം എന്നെ വചനത്തിൽ നിന്ന് അനേക ദൂതുകൾ തന്നു, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, തന്നുകൊണ്ടും ഇരിക്കുന്നു. അന്നേരമൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്, ഡയറിയിലൊക്കെ ഇങ്ങനെ ദൂതുകളും പ്രസംഗങ്ങളും വചനങ്ങളും ഒക്കെ എഴുതി വെക്കും. ഞാൻ വിചാരിക്കും എനിക്ക് വേണ്ടിയാണെന്ന് ഡെഫിനറ്റ്ലി എനിക്കറിയാം. പക്ഷെ ഞാൻ വിചാരിക്കും, ദൈവമേ,
ഇത്രയൊക്കെ എഴുതി വെക്കുന്നുണ്ട്, ഇതൊന്നും ഒന്ന് റിലീസ് ചെയ്യാൻ ഒരിടം പോലും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു. പക്ഷേ ആമേൻ, നാളുകൾ ദൈവം പ്രിപ്പയർ ചെയ്തതിന് ശേഷം, ആമേൻ, നിറച്ചതിന് ശേഷം, ഹല്ലേലൂയ, ദൈവം അതൊക്കെ ഇപ്പം റിലീസ് ചെയ്യിപ്പിക്കാൻ ദൈവം അവസരങ്ങൾ തന്നുകൊണ്ടിരിക്കുവാണ്. അതുകൊണ്ട് ആരെങ്കിലും ഇവിടെ ആമേൻ നിങ്ങൾക്ക് ഡിലേ ആയെന്നുള്ള ഒരു തോന്നൽ ആ മനസ്സിലുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ പദ്ധതികൾക്ക്, അല്ലെ ദൈവത്തിൻ്റെ ആ ദൈവം നിങ്ങൾക്ക് നൽകിയ ദൂതുകൾ, ആലോചനകൾ, പ്രവചന ശബ്ദങ്ങളൊക്കെ അതിനൊരു ഡിലേ വരുന്നെന്ന്, ഡിലേ എന്ന് പറഞ്ഞാൽ ഒരു താമസം, കാലതാമസം വരുന്നെന്ന് നിങ്ങൾക്കൊരു തോന്നൽ മനസ്സിലുണ്ടെങ്കിൽ, ആമേൻ, ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന്, അല്ലെ എൻ്റെ സാക്ഷ്യം ഇതാണ്, ദൈവത്തിൻ്റെ തക്ക സമയത്ത് ദൈവം നമ്മൾക്ക് ആ വാതിലുകൾ തുറക്കും, ആ വഴികൾ ദൈവം തുറക്കും. ഹല്ലേലൂയ. ആ അവസരങ്ങൾ ദൈവം നമ്മൾക്ക് നൽകുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കണം. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, സോ ഞാൻ ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്ന നാടൻ പ്രദേശത്തിലെ മലയാളി പ്രാസംഗികർ പ്രസംഗിക്കുന്ന പോലെ, അത് പുരുഷന്മാരും സഹോദരിമാരും ഒക്കെ ഭയങ്കര ഫയറോടുകൂടിയാണ് പ്രസംഗിക്കുന്നത്, ഇല്ലയോ? ഭയങ്കര എരിവോടുകൂടിയാണ്. അങ്ങനെ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കല്ലേ എന്ന് ഞാൻ ആദ്യമേ തന്നെ അങ്ങ് പറയുക. ആ സ്റ്റൈലല്ല എൻ്റെ. ഞാൻ അനേക വർഷങ്ങൾ ഞാനൊരു ടീച്ചറായിരുന്നു. എൻ്റെ ആഗ്രഹമായിരുന്നു ചെറിയ കൊച്ചു പ്രായത്തിൽ അവരിങ്ങനെ ചോദിക്കും എന്തോ ആകാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ടീച്ചറിന് എഴുതി വെക്കുമായിരുന്നു എല്ലാ പ്രാവശ്യവും. ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല ആകുമെന്നുള്ള. പക്ഷെ ദൈവം അതിനു വേണ്ടി BEd ഇതുവരെ ഞാൻ എടുത്തിട്ടില്ല, ഇതുവരെ BEd എടുത്തിട്ടില്ല. പക്ഷേ രണ്ട് സ്കൂളുകളിൽ, ഒന്ന് ഞാൻ പഠിച്ച സ്കൂളിൽ, പിന്നെ ഒന്ന് വേറെ ഒരു സ്കൂളിൽ, അതും ഇന്ത്യയുടെ ടോപ്പ് സ്കൂളിൽ ഒരു ടീച്ചറാകുവാൻ ദൈവം നാളുകൾ എനിക്ക് ഇടയാക്കി. പൂർണ്ണമായിട്ടുള്ള സുവിശേഷത്തിന് വേണ്ടി, എങ്ങനെ പറയുന്നത്, സുവിശേഷ വേലയ്ക്ക് വേണ്ടി ദൈവം ഒരു വിളി നൽകിയപ്പോഴാണ് ആ ടീച്ചറിൻ്റെ ജോലി രാജിവെച്ച് ഞാൻ പൂർണ്ണമായി ഇറങ്ങിയപ്പോൾ യാത്ര ചെയ്ത് ദൈവത്തിന് കർത്താവിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഇപ്പം ഈ വചനവും ഞാൻ പറയുമ്പോൾ ഞാൻ ഒത്തിരി ഒച്ചയെടുക്കത്തില്ല, സാവകാശത്തിലാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഈ നല്ല ചൂടിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ആ കണ്ണൊക്കെ അടയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയും കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കർത്താവെ, ഉണർന്നിരുന്ന് ഈ വചനം കേൾക്കുവാൻ എന്നെ ഒന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കണം. ആമേൻ. അത് സ്വാഭാവികം. നമ്മൾ മനുഷ്യരാണല്ലോ, നമ്മളിപ്പോൾ സ്വർഗത്തിലല്ല, നമ്മൾ ഈ ഭൂമിയില്ല. ഈ ശരീരമൊക്കെ നശ്വരമായ ഒരു ശരീരമാണ്, ഇല്ലയോ? ഇതിന് തളർച്ചയും ഒക്കെ വരുന്ന ശരീരം. കുഴപ്പമില്ല, ഇപ്പോൾ ആരെങ്കിലും ഒന്ന് ഉറങ്ങിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ട കേട്ടോ. അവർ ആ ദൈവസന്നിധിയിൽ നല്ലോലിരുന്ന് നല്ലോലൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ. പക്ഷെ പണ്ട് ആരാണ്ട് പറഞ്ഞ പോലെ കൂർക്കം വലിക്കാതിരുന്നാൽ മതി, മറ്റുള്ള ആരെയും ഡിസ്റ്റർബ് ചെയ്യാതിരുന്നാൽ മതി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, ഇന്ന് വചനം ദൈവം എൻ്റെ ഹൃദയത്തിലിട്ട് ആ വചനം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നതിന് മുന്നേ, ഇന്ന് സ്നാനപ്പെട്ട് 3 നമ്മുടെ മക്കളോട് ഞാൻ ഒരു ചെറിയൊരു ദൂത് അവർക്ക് ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഈ വചനം ആരെങ്കിലും മലയാളത്തിൽ ഒന്ന് വായിച്ച് സഹായിക്കണമേ. എനിക്ക് മലയാളം വായിക്കാൻ അറിയത്തില്ലേ. എക്ലേസിയാസ്റ്റിക്സ് എന്ന് മലയാളം പറയുന്നു, സഭാപ്രസംഗി 7:8. 7:8. ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ അതിൻ്റെ അവസാനം നല്ലത്. ഗർവമാനസത്തേക്കാൾ ക്ഷമാധാനസൻ ശ്രേഷ്ഠൻ. താങ്ക് യു പാസ്റ്റർ. ഒരു കാര്യത്തിൻ്റെ ആരംഭത്തേക്കാൾ അതിൻ്റെ അവസാനം നല്ലത്. അതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. എങ്ങനെ അത്? ഓക്കെ, ഞാൻ മലയാളം തന്നെ അങ്ങ് സ്റ്റിക്ക് ചെയ്യാം. ഓക്കെ, സോ ഒരു കാര്യത്തിൻ്റെ തുടക്കത്തെക്കായിട്ട് അതിൻ്റെ അവസാനമാണ് നല്ലത്. വചനം അങ്ങനെ പറയുന്നത്. അത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും അത് തന്നെ ആയിരിക്കണം. അതായിരിക്കണം നമ്മുടെ വാസ്തവം, അതായിരിക്കണം നമ്മുടെ ജീവൻ്റെ സത്യം. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ കർത്താവ് 7 സഭകൾക്ക് ദൂത് കൊടുത്തപ്പോൾ ഒരു സഭയോട് പറഞ്ഞ്, നിൻ്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞെന്ന്. ഞാൻ അങ്ങനെ ഇങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ കയറി വന്ന്, നിങ്ങൾ എത്ര പേര് എന്നോട് യോജിക്കുമെന്നറിയത്തില്ല, പക്ഷേ ആദ്യ സ്നേഹം വിട്ടെങ്കിൽ ആദ്യ സ്നേഹത്തിലേക്ക് ഒന്നാമത് മടങ്ങി വരണം. പക്ഷേ
അവിടെയും നിൽക്കാതെ ആ സ്നേഹത്തിൽ വർദ്ധിച്ചു വരണം. ആമേൻ. അല്ല, എപ്പോഴും കർത്താവെ, നമ്മൾ ഈ കർത്താവിനെ അറിയുമ്പോൾ ഇന്ന് ഈ മക്കൾ ഇവരുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം ഇന്നങ്ങ് തുറന്ന് ഓക്കെ, അവരിന്ന് ബ്രൈഡ്, ഞാൻ വിചാരിക്കുന്ന ഞാൻ ആദ്യം കയറി വന്നപ്പോൾ മോള് ബ്രൈഡിൻ്റെ ഡ്രസ്സ്, ഞാൻ വിചാരിച്ച് ചിലപ്പോൾ ഇനി ഇത് കഴിഞ്ഞാൽ ഉടനെ അവിടെ കല്യാണമായിരിക്കും ഞാൻ ചിന്തിച്ച്. സത്യം എനിക്ക് മനസ്സിലായില്ല. ഞാൻ അന്നേരം അടുത്തിരുന്ന് മോളോട് ചോദിച്ചു, എന്തുവാ മോളെ ഇത്, എനിക്ക് മനസ്സിലാവുന്നില്ല. അന്നേരം അവൾ എന്നോട് അത് എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, അന്നേരം എനിക്ക് പിടികിട്ടിയത് കാര്യം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഇത് കാണുന്നത്, അതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല. ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു, ഇതെന്തുവാ ഇവരിങ്ങനെ ഒരുങ്ങി വന്നേന്നുള്ളത്. ഓക്കെ, അപ്പം ഇന്ന് അവരുടെ ജീവിതത്തിൽ ആദ്യമായി അവരുടെ ഒരു പുതിയ ഒരു അധ്യായം ഇന്ന് അവരുടെ തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇപ്പം കർത്താവിനോട് ഭയങ്കര സ്നേഹം അങ്ങ് ആയിരിക്കും, ഇല്ലയോ? ഇപ്പം കല്യാണം കഴിച്ചവർക്കറിയാം. ഓക്കെ, എങ്ങനാ ആദ്യമൊക്കെ കൈ പിടിച്ച് നടങ്ങും, ചേർന്ന് നടക്കും, ഇല്ലയോ? പിന്നെ ഈ കാലത്തെ കാര്യമൊന്നും പറയണ്ട, അവരൊക്കെ പ്രകടിപ്പിക്കും. ഈ റോഡിൽ തന്നെ, ബസ്സിൽ തന്നെ, എന്തൊക്കെയാ, ഞങ്ങളുടെ അവിടെ മെട്രോ ഇല്ല, ഒക്കെ അവരെന്തോ ചെയ്യുന്നേ, സ്നേഹം അങ്ങ് പ്രകടിപ്പിക്കുക. മറ്റുള്ളവർ നോക്കുന്നൊന്നും ഇവർക്ക് വിഷയമല്ല. വണ്ടിയിലിരുന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ. ഓക്കെ, അപ്പം അത് അവരുടെ ആ ആദ്യ സ്നേഹം. അല്ലാത്ത സ്നേഹവുമുണ്ട്. പക്ഷെ ഭാര്യയും ഭർത്താവിൻ്റെ കാര്യം തന്നെ ഞാനിപ്പം പറയുന്നത്, നിങ്ങളുടെ ചിന്ത വേറെ അങ്ങോട്ടും പോകല്ലേ. ഓക്കെ, ആദ്യ സ്നേഹം എല്ലാവർക്കും മനസ്സിലായല്ലോ, നിങ്ങൾക്കും ഒക്കെ അനുഭവിച്ച് കാണുമല്ലോ. ഞാൻ കൈയൊന്നും പൊക്കിപ്പിക്കുന്നില്ലേ. അപ്പം ആ ആദ്യ സ്നേഹം. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത്, ഒന്നീ ഇങ്ങനെ ചിന്തിക്കാം, ആ ആദ്യ സ്നേഹം അന്ത്യം വരെ നിലനിൽക്കണം. ഓക്കെ, കുറഞ്ഞത്. പക്ഷേ സ്നേഹം എന്ന് പറഞ്ഞാൽ വളരുന്ന സാധനം, ഇല്ലയോ? സ്നേഹം വർദ്ധിക്കത്തില്ലയോ? ഓക്കെ, അപ്പോൾ ആ സ്നേഹത്തിൽ നമ്മൾ വർദ്ധിച്ചു വരണം. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് എത്ര ബൈബിൾ വായിക്കുന്നോ, ഇന്ന് എത്ര പ്രാർത്ഥിക്കുന്നോ, ഇന്ന് എത്ര യേശുവിനെ പറ്റി മറ്റുള്ളവരോട് പറയുന്നോ, ഇന്ന് എത്ര നമ്മൾ കൊടുക്കുന്നോ, ഓക്കെ, ഇന്ന് എത്ര നമ്മുടെ സമർപ്പണം ഇന്ന് എന്തുവാ, ഇതൊക്കെ എന്തുവാ, നമ്മൾ വർദ്ധിച്ചു വരണം. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ദ എൻഡ് ഷുഡ് ബി ഗ്ലോറിയസ്. എൻഡ് എന്ന് പറഞ്ഞാൽ, അന്ത്യം എന്ന് പറഞ്ഞാൽ തുടക്കത്തെക്കായിട്ടും മഹത്വമേറിയതായിരിക്കണം. ആമേൻ. അതാ വചനത്തിൽ പറഞ്ഞ്, നമ്മൾ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്, അതൊന്ന് ഈ ലോകത്തിൽ നിന്ന് ആ മഹത്വത്തിലേക്ക്, അത് വേറെ ഒരു കാര്യം. പക്ഷെ ഈ ലോകത്തിലും ആയിരിക്കുമ്പോൾ സ്നേഹത്തിൽ നിന്ന് സ്നേഹത്തിലേക്ക്, വിശ്വാസത്തിൽ നിന്ന് അധികം വിശ്വാസത്തിലേക്ക്, ആമേൻ, ജയത്തിൽ നിന്ന് വലിയ ജയം. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ ഇവരോട് മാത്രമല്ല, നമുക്കെല്ലാവർക്കും ഉള്ള, എനിക്കും ബാധ്യതയുള്ളതാ, നമ്മളെല്ലാവരും വർദ്ധിച്ചു വരണം. ഹല്ലേലൂയ. പക്ഷെ പലപ്പോഴും ക്രിസ്തീയ കോളത്തിൽ നമ്മൾ കാണുന്നേ തിരിച്ച. പക്ഷെ അത് എനിക്ക് സംഭവിക്കില്ലേ എന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മറ്റുള്ളവരുടെ കാര്യം നോക്കിയിട്ട് നമുക്ക് കാര്യമില്ല. നമ്മൾക്ക് നമ്മുടെ കണക്കാ കൊടുക്കണ്ടേ. ഭാര്യയ്ക്കും ഭർത്താവിൻ്റെ കണക്കും കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെ ചെന്ന് നിൽക്കുമ്പം നമ്മൾ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ കണക്കാണ് ഞാൻ കൊടുക്കേണ്ടത്. എൻ്റെ ഭർത്താവ് തടഞ്ഞു, എൻ്റെ ഭാര്യ തടഞ്ഞു, എൻ്റെ പാസ്റ്റർ തടഞ്ഞു, ഇതൊന്നും നമ്മൾ അവിടെ ചെന്ന് നമുക്ക് ആരെയും ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. തുടക്കത്തിൽ നമ്മൾ കണ്ടല്ലോ, ആദാം ഔവ്വയെ പറഞ്ഞ്, ഔവ്വ പാമ്പിനെ പറഞ്ഞ്, എന്നാലും ശിക്ഷ കിട്ടും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കാര്യം നോക്കി മുന്നോട്ട് പോകുക. ഓക്കെ, മറ്റുള്ളവർ വീണാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അതാ നമ്മുടെ കടമ. ആമേൻ. അല്ല, അവർ വീണു എന്നാൽ പിന്നെ ഞാനാരാ? ആ ദൈവദാസൻ വീണു, പിന്നെ നമ്മൾ അവരുടെ വിശ്വാസം ഇല്ലയോ? പിന്നെ എന്നിൽ നിന്ന് എന്തോ പ്രതീക്ഷിക്കാൻ പറ്റും? ഇല്ല. ആമേൻ. നമ്മുടെ മോഡൽ ആരാ? നമ്മുടെ മോഡൽ ക്രിസ്തുവാണ്. നമ്മുടെ മോഡൽ യേശുവാണ്. നമ്മുടെ കണ്ണ് യേശുവിൻ്റെ മേൽ മാത്രം പതിക്കണം. അതാ എബ്രായർ ലേഖൻ പറയുന്നത്. ആമേൻ. ഫിക്സ് യുവർ ഐസ് ഓൺ ജീസസ്. അല്ലെങ്കിൽ ഒരു കാര്യത്തെ ഫിക്സ് ചെയ്താൽ പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറാൻ പറ്റത്തില്ല. ഒരാണി ഇവിടെ തറച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ തന്നെയായിരിക്കും. അതുപോലെ ഫിക്സ് ചെയ്യണം നമ്മുടെ യേശുവിൻ്റെ മേൽ, കർത്താവിൻ്റെ മേൽ നമ്മുടെ കണ്ണ്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ആ യേശു ക്രിസ്തു എന്ന തലയോളം വളരാൻ നമ്മളെ വിളിച്ചേക്കുന്നത്. നമ്മുടെ പാസ്റ്ററോളമല്ല, അല്ലേ ഏത് പ്രസ്ഥാനത്തിൻ്റെ ആ പ്രൈം മിനിസ്റ്ററോ പ്രസിഡൻറ്റോ പോലല്ല. പക്ഷെ എന്തുവാ, നമ്മൾ ക്രിസ്തു എന്ന തലയോളം വളരാനാ നമ്മൾ ഓരോരുത്തരെയും വിളിച്ചേക്കുന്നത്. അതിൽ കുറഞ്ഞ് നമ്മൾ ആഗ്രഹിക്കല്ലേ. ആമേൻ, ആമേൻ. ഈ പ്രാർത്ഥനയായിരിക്കണം നമ്മുടെ ഉള്ളിൽ. ആമേൻ, ഹല്ലേലൂയ. ഓക്കെ, സോ ജസ്റ്റ് അവർക്ക് വേണ്ടിയുള്ള ഈ ചെറിയൊരു വചനം മാത്രം പറഞ്ഞിട്ട് ഞാൻ അടുത്ത വചനത്തിലേക്ക് കയറുവാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, സോ ഈ ആദ്യ സ്നേഹം നിലനിൽക്കണം. ഓക്കെ, പിന്നെ മറ്റുള്ളവരാരേലും ഈ ആദ്യ സ്നേഹം കളഞ്ഞു പോയെങ്കിൽ
ആദ്യം അതിലേക്ക് കടന്നു വന്നിട്ട് പിന്നെ അതിൽ ഇന്ന് സ്നേഹം നിലനിൽക്കുന്നെങ്കിൽ അവിടെ തന്നെ നമ്മൾ ലിമിറ്റ് ചെയ്യാതെ നമ്മൾ ഇനി വർദ്ധിച്ചു വരണം. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. പണ്ടൊരു സാക്ഷ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇനി പറയണം, കർത്താവേ, ആ 10-20 വർഷത്തെ മുന്നേ സാക്ഷ്യം കൊണ്ട് നടക്കാനല്ല, എന്നും എൻ്റെ ജീവിതത്തിൽ പുതിയ പുതിയ പ്രവൃത്തി നടക്കണം, പുതിയ പുതിയ സാക്ഷ്യങ്ങൾ വരണം. ആമേൻ, ഹല്ലേലൂയ. ചർച്ചിൽ നിന്ന് സാക്ഷ്യം പറയുമ്പം 10 വർഷം മുന്നേ എന്ത് സംഭവിച്ചു, 20 വർഷം മുന്നേ അതും പറയാം. പക്ഷെ ഇന്നും ഒരു സാക്ഷ്യം ഉണ്ടായിരിക്കണം. എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്, ജീവിക്കുന്നതായത് അവൻ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഇന്നും ഇന്നലെയും എന്നേക്കും അവൻ അനന്യൻ തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാറാത്ത ദൈവമായതുകൊണ്ട് ഇന്നും അവൻ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും. സാക്ഷ്യം പറയാനൊന്നും സമയമില്ലല്ലോ, നമ്മുടെ മുൻപാകെ കർത്തൃമേശയുണ്ട്. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ചൂട് അടിക്കുന്നുണ്ടെന്ന് എനിക്ക് നല്ലപോലെ അറിയാം, എനിക്കും ചൂടുണ്ട്. പക്ഷേ നമ്മൾ കുറച്ച് നേരം ദൈവവചനം കേട്ടിട്ട് പിന്നെ നമുക്ക് കർത്തൃമേശയിൽ നിന്ന് പങ്ക് എടുത്തിട്ട് നമുക്ക് വൈകിട്ടും തിരിച്ചു വരണമല്ലോ. ഓക്കെ, സോ അതുകൊണ്ട് ആരാധനയിൽ, പ്രാർത്ഥനയിൽ, വചനധ്യാനത്തിൽ യേശുവിനെ പറ്റി പറയുന്നവരിൽ, കൊടുക്കുന്നവരിൽ സ്നേഹിക്കാനും ക്ഷമിക്കാനും സെൽഫ് കൺട്രോൾ, പിന്നെ നമ്മുടെ പ്രതികരണം, അതുപോലെ ദൈവത്തിൻ്റെ സന്തോഷം, സമാധാനം, ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ വർദ്ധിച്ചു വരണം. ആമേൻ. ദൈവം തരുന്നതിന് ഒന്നിനും ലിമിറ്റില്ല. ആമേൻ. മനുഷ്യൻ തന്നാൽ ലിമിറ്റുണ്ട്, പക്ഷെ ദൈവം തരുന്നതിന് ഒന്നിനും ലിമിറ്റില്ല. ഹല്ലേലൂയ. യേശു സമാധാനത്തെ പറ്റി പറഞ്ഞ്, ഞാൻ എൻ്റെ സമാധാനം തരുന്നാ പറഞ്ഞു. അതെന്തുവാ പിന്നെ? അതൊക്കെ എന്തൊരു സമാധാനം ഇല്ലയോ? ഏതാ ഈ ബോട്ടിൽ അവർ പോയപ്പോൾ ഭയങ്കര തിരമാലയുമൊക്കെ അടിച്ച്, പക്ഷേ ശിഷ്യന്മാരാകെ നമുക്ക് കുഴഞ്ഞിരുന്നപ്പോൾ യേശു അതിൻ്റെ മധ്യത്തിൽ ഉറങ്ങുന്ന ആ സമാധാനമാണ് നമ്മളും അനുഭവിക്കേണ്ടത്. ഹല്ലേലൂയ. ശത്രുക്കളെ ക്ഷമിക്കുന്ന ക്രൂശിൽ മേൽ കടന്നപ്പോൾ യേശു പറഞ്ഞത് എന്തുവാ? ഇവരെന്താ ചെയ്യുന്നതെന്ന് ഇവർക്ക് അറിയില്ലായ്മേൽ ചെയ്യുന്നത് കൊണ്ട് ഇവരോട് പിതാവേ ക്ഷമിക്കണമേ. ആ സ്നേഹം, ആ സമാധാനം യേശു അപ്പോൾ പറയാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി സമയം എടുക്കും. അതുകൊണ്ട് യേശു ഓരോ സാഹചര്യത്തിൽ എങ്ങനെ പ്രതികരിച്ചോ, ആമേൻ, യേശുവിൻ്റെ സ്വഭാവം എങ്ങനെയായിരുന്നോ അങ്ങനെ ആ സ്വഭാവത്തിലേക്ക് വളരുവാൻ, ആ പ്രതികരണം നമ്മുടെ ജീവിതത്തിലും ഹല്ലേലൂയ ആ രീതിയിൽ പ്രതികരിക്കാൻ ദൈവം എന്നെയും നമ്മളെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ആമേൻ, ഹല്ലേലൂയ. ഓക്കെ, ബിക്കോസ് യേശു വചനം പറയുന്നത് വെളിപ്പാട് 2:26 ഞാൻ തന്നെ അങ്ങ് പറഞ്ഞു പോകാം. അവിടെ നമ്മൾ സ്നാനപ്പെടുമ്പം ഇന്ന് പറഞ്ഞു കാണുമായിരിക്കുമല്ലോ ചിലപ്പം, അന്ത്യം വരെ എന്നാ പാസ്റ്ററെ സ്നാനപ്പെടുത്തിയപ്പം പറഞ്ഞത് എന്തോ ഒടുവി മരണം വരെ അന്ത്യം വരെ. ഇവിടെ എഴുതിയേക്കുന്ന 2:26 ഒന്ന് വായിച്ച പാസ്റ്ററെ. വെളിപ്പാട് 2:26. അത് മതി. അത് പിന്നെ അതിൻ്റെ പ്രതിഫലമാണ്. ഓക്കെ, എന്തുവാ കിട്ടുന്നത്? ജയിക്കുന്നവനും പിന്നെ അന്ത്യം വരെ ഞാൻ കൽപ്പിച്ച പ്രവർത്തികളെ ചെയ്യുന്നവൻ. ഓക്കെ, അല്ലേ? ദേവദാസൻ പറഞ്ഞ സ്നാനപ്പെടുമ്പോൾ പറഞ്ഞു അന്ത്യം വരെ വിശ്വസ്തത. അത് യേശു സുവിശേഷങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അന്ത്യം വരെ വിശ്വസ്തത പാലിക്കുന്നവൻ, ഓക്കെ, ഹി വാസ് ഫെയ്ത്ത്ഫുൾ ടിൽ ദി എൻഡ് വിൽ റിസീവ് ദ ക്രൗൺ ഓഫ് ലൈഫ്. ജീവന്റെ കിരീടം പ്രാപിക്കും. ആമേൻ, ഹല്ലേലൂയ. സോ അന്ത്യം വരെ, തുടക്കത്തിൽ മാത്രമല്ല, ആമേൻ, ആ ക്രിസ്ത്യ ജീവിതം തുടങ്ങുമ്പോൾ ആവേശത്തിൽ ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു, വിശ്വസ്തത പാലിച്ചു. പിന്നെ അത് കുറഞ്ഞു വരുമല്ല, അന്ത്യം വരെ വിശ്വസ്തത പാലിക്കുന്നവന് മാത്രമേ രക്ഷ കിട്ടത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഞാൻ യേശു പറഞ്ഞ 7 സഭകൾക്ക് ഉള്ള ദൂത് ഞാൻ അത് ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്തപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഹെവൻ ഈസ് എ പ്ലേസ് ഓഫ് ഓവർകമേഴ്സ്. അത് മലയാളത്തിൽ പറഞ്ഞാൽ സ്വർഗം എന്ന് പറഞ്ഞാൽ ജയാളികളുടെ ഒരു സ്ഥാനം. ക്രിസ്ത്യാനികളുടെ അല്ല, വിശ്വാസികളുടെ അല്ല, പക്ഷേ ജയം പ്രാപിച്ചവർക്ക് മാത്രമേ സ്വർഗത്തിൽ സ്ഥാനമുണ്ട്. അടുത്തിരിക്കുന്ന വ്യക്തിയോടൊന്ന് പറഞ്ഞേ, ജയാളികൾക്ക് മാത്രമേ സ്വർഗത്തിൽ പ്രവേശനം ഉള്ളൂ. ആമേൻ. നിങ്ങളൊന്ന് ഉണർന്നിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നു. ഓക്കെ, സ്വർഗത്തിൽ ആരാ പോകുന്നത്? സ്നാനപ്പെട്ടവരല്ല. യേശുവിനെ രക്ഷിതാവായി ഞാൻ പറഞ്ഞ ഇതെല്ലാം ചെയ്യണം, ഇതെല്ലാം വേണം. പക്ഷെ രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെട്ടിട്ടും അന്യഭാഷ പറഞ്ഞിട്ടും ദൈവഹിതം ചെയ്യാത്തവർ, അവരുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ ഈ ടെംപ്റ്റേഷനിൽ ടെംപ്റ്റേഷൻ്റെ മലയാളം എന്താ മാസ്റ്ററെ?
പരീക്ഷണങ്ങളിൽ അവർ വീണ് പോയി കഴിഞ്ഞാൽ പ്രയോജനമില്ല. സോ അന്ത്യം വരെ വിശ്വസ്തത പാലിക്കണം. അന്ത്യം വരെ നമ്മൾ ജയത്തിൽ ജീവിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ സ്വർഗത്തിൽ എൻട്രി കിട്ടത്തുള്ളൂ. ഇത് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഈ സത്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ആമേൻ. എനിക്കിതിൽ ജയിക്കണം, ഈ ടെസ്റ്റിൽ എനിക്ക് ജയിക്കണം, ഈ പരീക്ഷയിൽ ഞാൻ ജയിക്കണം, ഞാൻ തോൽക്കത്തില്ല. ആമേൻ. എൻ്റെ യേശു ഓരോ പരീക്ഷണത്തിൽ ജയിച്ചതുപോലെ, ഹല്ലേലൂയ, പാപം ചെയ്യാതിരുന്നതുപോലെ കർത്താവേ എന്നെയും, ഹല്ലേലൂയ, എൻ്റെ കണ്ണുകൊണ്ട്, എൻ്റെ വാ കൊണ്ട്, ഹല്ലേലൂയ, എൻ്റെ ചെവി കൊണ്ട്, ആമേൻ, എൻ്റെ ഓരോ പ്രവൃത്തി കൊണ്ട് കർത്താവേ, ഹല്ലേലൂയ, തോൽക്കാതെ പക്ഷെ ജയിക്കുവാൻ ഈ ക്രിസ്ത്യ ജീവിതം, ഹല്ലേലൂയ, എന്നെ ജയത്തിൽ നിന്ന് ജയത്തിലേക്ക് നയിക്കണമെന്ന് ആ പ്രാർത്ഥനയും ആ സമർപ്പണവും നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, ആമേൻ, ഡെഫിനറ്റ്ലി നമ്മൾ ഇവിടെ കഴിയുമ്പോൾ അവിടെ നമുക്ക് സ്തെഫാനോസിനെയൊക്കെ വെൽക്കം ചെയ്ത പോലുള്ള ഒരു വെൽക്കം, ആമേൻ, നമ്മൾ കൊതിക്കണം. ആമേൻ. ഹല്ലേലൂയ. അത് പക്ഷേ അതെല്ലാവർക്കും ഒന്നും കിട്ടത്തില്ല. പക്ഷെ അങ്ങനെ കിട്ടാനായിട്ട് നമുക്ക് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കാം. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ഗോഡ്. ഓക്കെ, ഇനി ജസ്റ്റ് 2-3 ചിന്തകൾ വന്നതുകൊണ്ടാണ് ഞാനത് പറഞ്ഞ് അതിനോടൊരു ചിന്തയും കൂടി ചേർത്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. പൗലോസ് പറയുന്നുണ്ട്, പൗലോസ് ആ വാക്യമൊക്കെ ഞങ്ങൾക്ക് അറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ വായിപ്പിക്കുന്നില്ല. 2 തിമോത്തിയോസ് 4:7-8 പൗലോസ് പറയുന്നത്, പൗലോസ് മരിക്കുന്നതിന് മുന്നേ പറഞ്ഞ ഒരു വരിയാണ് എന്തുവാ? ഞാൻ എൻ്റെ ഓട്ടം തികച്ചു, പിന്നെ വിശ്വാസം കാത്തു, പിന്നെ ഓക്കെ 3 കാര്യം. ഐ റൺ മൈ റേസ്, കെപ്റ്റ് മൈ ഫെയ്ത്ത്, ഓക്കെ, നല്ല പോലെ പൊരുതി, ഐ ഫോട്ട് ദ ബാറ്റിൽ. ഓക്കെ, 3 കാര്യം. അതിൻ്റെ ആഴത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ പൗലോസ് മരിച്ച് പെട്ടിക്കകത്ത് കിടക്കുമ്പം ശുശ്രൂഷിക്കുന്ന പാസ്റ്റർ പറഞ്ഞ വരിയല്ല, പക്ഷേ ജീവിച്ചിരിക്കുമ്പം നിര്യാണകാലം ഇല്ലയോ? ഇച്ചിരിച്ചൊക്കെ പഠിച്ചു വരുവാ അവൻ്റെ മലയാളം. ആ നിര്യാണകാലം അടുത്തപ്പോൾ പറഞ്ഞ ഒരു വരിയാണ് പൗലോസ്. ആമേൻ. എൻ്റെ ഒരു പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കർത്താവെ, ഞാൻ ജീവിച്ചിരിക്കുമ്പം മരിക്കുന്നതിന് മുന്നേ എനിക്കൊരു ബോധമുണ്ടാകണം, ഞാൻ എൻ്റെ ഓട്ടം ഓടി. ആമേൻ. എൻ്റെ ആ വിശ്വാസം ഞാൻ കാത്തെന്നുള്ളത്. ആമേൻ. ആമേൻ. ആ ഒരു ഉറപ്പ് എൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അല്ലെ മരിക്കാൻ കിടക്കുമ്പം, മരിക്കാറാകുമ്പോൾ അയ്യോ 10 അന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അയ്യോ അവരെ ക്ഷമിച്ചില്ലല്ലോ, അയ്യോ ഇവരോട് സുവിശേഷം പറഞ്ഞില്ലല്ലോ, അയ്യോ കുറച്ചും കൂടി ഓടായിരുന്നു, അയ്യോ കുറച്ചും കൂടി പ്രവർത്തിക്കായിരുന്നു, കുറച്ചും കൂടി കൊടുക്കായിരുന്നു. ഈ ഒരു റിഗ്രറ്റ് എന്നാ പാസ്റ്റർ പറയുന്നത്? നമ്മുടെ ഉള്ളിൽ ഒരു പശ്ചാത്താപം ഉണ്ടാകൽ. തിരിഞ്ഞു നോക്കുമ്പോൾ, ഓ കർത്താവേ, എന്നെ ഓടാനൊന്ന് സഹായിച്ചല്ലോ, ഹല്ലേലൂയ, ആമേൻ, ആ വിശ്വാസം കാക്കാൻ എന്നെ ഒന്ന് ഇടയാക്കിയല്ലോ, ഹല്ലേലൂയ. അങ്ങനെ നന്ദിയുള്ള കർത്താവേ, യേശുവൊക്കെ പറഞ്ഞല്ലേ, അങ്ങനെയൊക്കെ പറയാൻ നമ്മുടെ ജീവിതത്തിലൊരു ഭാഗ്യം കിട്ടിയ എന്തുമായിരിക്കും. എൻ്റെ സമയം കഴിഞ്ഞ് കർത്താവേ, എൻ്റെ ആത്മാവിനെ അങ്ങ് എടുത്തോണേന്ന് പറയാനുള്ള ഒരു സത്യം, ആ ഒരു അതിലേക്ക് ദൈവം നമ്മളെ നടത്തട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ വിചാരിക്കും ഇവിടെ ജീവിച്ചിരിക്കുമോ, ഇപ്പോൾ മരിക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമോ, ഇല്ലയോ? നമ്മുടെ കാറ്റ് പോകുന്നതെന്ന് നമുക്ക് എപ്പോഴാണെന്ന് നമുക്കറിയത്തില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും റെഡി ആയിരിക്കണം. ഓരോ ദിവസം ഓരോ വാർത്തകൾ കേൾക്കുന്നത്, നമ്മൾ വിചാരിക്കാത്ത ആളുകളൊക്കെ, പ്രായം പോലും ഇല്ലാത്തവരൊക്കെയാ ഇവിടുന്ന് കടന്നു പോകുന്നത്. അതുകൊണ്ട് ഏത് സമയത്തും നമ്മൾ പോകാനായിട്ട് അന്ന് വരെയുള്ള ജോലിയെല്ലാം ചെയ്തിരിക്കണം, അന്ന് വരെ വിശ്വാസം കാത്തിരിക്കണം. ആമേൻ. ഒന്നും ബാക്കി വെക്കല്ല, നാളത്തേക്കൊന്നും ബാക്കി വെക്കല്ല. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശുവും പറഞ്ഞ ഒരു കാര്യം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ, ആമേൻ, 17:4 30 അല്ലെ 19:30 4 പറഞ്ഞേക്കുന്ന പ്രാർത്ഥന, അതിലേക്ക് ഞാൻ കയറുന്നില്ല, സമയമില്ല. 19:9 എഴുതിയേക്കുന്നത്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. നിവർത്തിയായി എന്ന് പറഞ്ഞാൽ യേശുവിന് നല്ല ബോധമുണ്ട്. കാരണം എന്തിനു വേണ്ടി പിതാവ് യേശുവിനെ ഇവിടെ വിട്ടോ ആ കാര്യം നിവർത്തിയായി, അത് പൂർത്തിയായി. ഹല്ലേലൂയ. അതിന് മുന്നേ ഒരു പ്രാർത്ഥനയിൽ പറയുന്ന, എന്നെ ഏൽപ്പിച്ചത്, പിതാവ് എന്നെ ഏൽപ്പിച്ചത് ഞാൻ ചെയ്തെന്ന് യേശു പറയുന്നു. ഹല്ലേലൂയ. അങ്ങനെ പറയാൻ ഈ മക്കൾക്കും എന്ന് കർത്താവ് എത്ര നാൾ അവരെ 20, 40, 50, 100 വർഷം അവരെ വെക്കുമോ അതുവരെ വിശ്വാസം കാക്കുവാനും ഓട്ടം തികയ്ക്കുവാനും നമ്മളെ എല്ലാവരും അവരെ
അവരുടെ കൂടെ നമ്മളെല്ലാവരെയും ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ശലോമോനെ പോലോ ശിംശോനെ പോലെ ആകാതെ, ആമേൻ, അല്ലെങ്കിൽ നമ്മുടെ അന്ത്യമാകാതെ, ഹല്ലേലൂയ, നല്ല ഗ്ലോറിയസ് ആകുവാൻ, ആമേൻ, മഹത്വമേറിയ ഒരു അന്ത്യം, ആമേൻ, ദൈവം നമുക്കൊക്കെ നൽകുവാൻ ദൈവം ഇടയാക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ആമേൻ, ആമേൻ. ഇനി മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായം 7 മുതൽ ഒന്ന് വായിച്ച് സഹായിക്കാമോ പാസ്റ്ററെ? ആ മൈക്കൊന്നു കൊടുത്തേക്കാം. വായിച്ചോ. 26:7. ഒരു സ്ത്രീ വിലയേറിയ പരിമള തൈലം നിറഞ്ഞ ഒരു വെങ്കൽ ഭരണി എടുത്തും കൊണ്ട് അവൻ്റെ അടുക്കെ വന്നു. അവൻ പന്തിയിലിരിക്കുമ്പോൾ അത് അവൻ്റെ തലയിൽ ഒഴിച്ചു. ശിഷ്യന്മാർ അത് കണ്ടിട്ട് മുഷിഞ്ഞു. ഈ വെറും ചിലവ് എന്തിന്? ഇത് വളരെ വിലയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അത് അറിഞ്ഞ് അവരോട്, സ്ത്രീയെ അസഖ്യപ്പെടുത്തുന്നത് എന്ത്? അവൾ എന്നിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. ദരിദ്രർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കെയുണ്ട്, ഞാൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഇല്ലതാനും. അവൾ ഈ തൈലം എൻ്റെ ദേഹത്തിന്മേൽ ഒഴിച്ചത് എൻ്റെ ശവസംസ്കാരത്തിനായി ചെയ്തതാകുന്നു. ലോകത്തിലെങ്ങും ഈ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആമേൻ. താങ്ക് യു ബ്രദർ. ഹല്ലേലൂയ. ബൈബിളൊക്കെ വായിക്കുന്നവർക്കറിയാം ഈ സ്ത്രീ ഏതാണെന്നുള്ളത്. എത്ര പേർക്കറിയാം? പേരൊന്ന് പറഞ്ഞേ. അയ്യോ, പേരറിയത്തില്ല ആർക്കും? ഒന്ന് പറഞ്ഞേ. മറിയാന്നില്ലയോ മലയാളത്തിൽ പറയുന്നത്? ഓക്കെ. മേരി, ഇംഗ്ലീഷിൽ പറയുമ്പം മേരി, മറിയ. ഓക്കെ. എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു ഇൻസിഡൻറ്റാണ്, ഒരു സംഭവമാണിത്. ദൈവം എൻ്റെ മേൽ ആരാധനയുടെ ഒരു അഭിഷേകം ഇട്ടതുകൊണ്ട്, ഒരു വിളി എൻ്റെ മേൽ ഉള്ളതുകൊണ്ട് ഞാൻ ഇതിനെ വായിക്കുമ്പോൾ ഞാൻ കൊടുക്കുന്ന ടൈറ്റിൽ ഇതാണ്: എ ട്രൂ വർഷിപ്പർ. അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ ഈ മറിയ ഒരു യാഥാർത്ഥ്യ ആരാധകി എന്നില്ലേ പറയുന്നത്? ഓക്കെ, ആരാധകി. അപ്പം സത്യ അല്ലെ യാഥാർത്ഥ്യ ഒരു ആരാധകൻ അല്ലെ ആരാധകിയുടെ എന്തൊക്കെ സ്വഭാവങ്ങളായിരിക്കും നമുക്കൊന്ന് വേഗത്തിലൊന്ന് ചിന്തിക്കാം. നിങ്ങൾ എന്നോട് കൂടെ ഉണ്ടോ? ഹല്ലേലൂയ. ട്രൂ വർഷിപ്പർ. ഞാൻ അവൾക്ക് കൊടുത്തേക്കുന്ന ബാക്കി കർത്താവ് അവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ആ ബേസിസിലാണ് ഞാനും ഒരു നല്ല സാക്ഷ്യം അല്ലെ ഒരു നല്ല ടൈറ്റിൽ ഈ മറിയയ്ക്ക് കൊടുത്തേക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് മറിയയുടെ ഒരു സ്നേഹത്തിൻ്റെ പ്രകടനം. ഞാൻ ഇംഗ്ലീഷിൽ വെച്ചേക്കുന്നത് എക്സ്ട്രാവഗന്റ് ഡിസ്പ്ലേ ഓഫ് ലവ്. അതിൻ്റെ മലയാളം ശരിക്കും എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ഇത്രയും പറയുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ആ സ്നേഹത്തിൻ്റെ വലിയ ഒരു പ്രകടനം എന്ന് പറഞ്ഞാൽ ആ ഹൃദയം തുറന്ന്, മനസ്സ് തുറന്ന്, പേഴ്സ് തുറന്ന്, ഇന്നത്തെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ, ആമേൻ, അങ്ങനത്തെ ഒരു പ്രകടനമാ മറിയ ഇവിടെ കാണിക്കുന്നത്. പണ്ട് ഞാൻ വചനം ധ്യാനിക്കുന്നതിന് മുന്നേ അല്ലെ വായിച്ചു പോയപ്പോൾ ഞാൻ വിചാരിച്ച് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 സുവിശേഷത്തിലും ഇങ്ങനത്തെ നമ്മൾ ഇൻസിഡൻറ്റ് വായിക്കുന്നുണ്ട്. ഓക്കെ. പക്ഷേ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നടന്ന ആ സംഭവം മറിയല്ല. അത് ആരാ? ഒരു പാപിയായ സ്ത്രീയാണ്. അതാരേലും ആയിരിക്കോട്ടെ, നമുക്ക് അതിനെപ്പറ്റി തർക്കിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അവിടെ നടന്നത് യേശുവിൻ്റെ ശുശ്രൂഷയിലെ മിനിസ്ട്രിയിലെ തുടക്കത്തിൽ സംഭവിച്ച ഒരു ഇൻസിഡൻ്റാണ്. ഓക്കെ. പക്ഷേ ഈ മറിയ ചെയ്തത് യേശുവിൻ്റെ മരണത്തിന് തൊട്ട് മുന്നേ നടന്ന ഒരു സംഭവമാണിത്. അപ്പം മത്തായി, മർക്കോസ്, യോഹന്നാനിൽ എഴുതിയേക്കുന്നത് അല്ലെ യേശുവിനെ അഭിഷേകം ചെയ്ത സ്ത്രീ ആരാണ്? മറിയാണ്. ഓക്കെ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വ്യത്യാസങ്ങൾ അറിയാം. ആ വ്യത്യാസങ്ങളോട് ഇപ്പം കയറുവാൻ സമയമില്ല. അപ്പോൾ ഇവിടെ മാത്രം നമ്മൾ ഈ മറിയെപ്പറ്റി മാത്രം നമ്മൾ മത്തായിൽ നിന്നും മർക്കോസിൽ നിന്നും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നും നോക്കി ചില കാര്യങ്ങൾ നമുക്ക്. അപ്പോൾ ഇവിടെ പേരെഴുതിയിട്ടില്ല. പക്ഷെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ അവിടെ പേരെഴുതിയിട്ടുണ്ട്. അത് ആരാ? മറിയാന്ന് എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പിന്നെ വായിക്കാം. ഓക്കെ. അപ്പോൾ ഇവിടെ എഴുതിയേക്കുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ അടുത്ത് വന്നു. ഓക്കെ. ഇംഗ്ലീഷ് എഴുതിയേക്കുന്ന ആലബാസ്റ്റർ ഫ്ലാസ്ക് ഓഫ് വെരി എക്സ്പെൻസീവ് ഓയിൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ, അപ്പം ഞാൻ പറയുമ്പോൾ എളുപ്പ വരികളൊന്ന് തരണേ.
ഓക്കെ, 7-ാമത്തെ അധ്യായത്തിൽ നിന്നും. ഒരു സ്ത്രീ വിലയേറിയ പരിമള തൈലം നിറഞ്ഞ ഒരു വെങ്കൽ ഭരണി എടുത്തും കൊണ്ട് അവന്റെ അടുക്കേ വന്നു. ഓക്കെ. അപ്പൊ ഇവിടെ പേര് എഴുതിയിട്ടുണ്ട്, പക്ഷെ മത്തായിയുടെ സുവിശേഷത്തിൽ അതെന്തോ തൈലമാന്ന് എഴുതിയിട്ടില്ല. പക്ഷെ ഭയങ്കര വിലപിടിപ്പുള്ള ഒരു തൈലമാന്ന് എഴുതി, എക്സ്പെൻസീവ് ഓയിൻമെന്റ് അവിടെ എഴുതിയേക്കുന്നത്. പക്ഷെ അതെന്തുവാന്നുള്ളത് മർക്കോസ് വെളിപ്പെടുത്തി, അതിൻ്റെ പേരവിടെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഏറ്റു പറയാൻ കിട്ടത്തില്ല, അതുകൊണ്ട് പരിമള തൈലം. ഓക്കെ, അപ്പം ഈ തൈലത്തിൻ്റെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത് വായിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇത് പഠിച്ചവർക്കറിയാം, ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഓയിൻമെൻറ്റാണ്, ഒരു തൈലമാണ്. അപ്പം ഞാൻ ഇതിനെപ്പറ്റി പഠിച്ചപ്പോൾ ഇങ്ങനെ ഒരു വചന പണ്ഡിതൻ പറയുന്നത്, ഇതൊരു ഫാമിലി എയർലൂമ എന്ന് പറഞ്ഞാൽ ഒരു തലമുറയിൽ നിന്ന് മറ്റുള്ള തലമുറയ്ക്ക് കൈമാറുന്ന ഒരു സാധനമായത് ഈ മറിയ യേശുവിൻ്റെ മേൽ ഒഴിച്ചത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഒരു അമ്മ തൻ്റെ മകൾക്ക് കൈമാറുന്ന ഒരു കുടുംബ സ്വത്ത് എന്ന് പറയാം. ഓക്കെ, കുടുംബ സ്വത്താണിത്. പറഞ്ഞാൽ അത്രമാത്രം വിലപിടിപ്പുള്ള ഒരു തൈലമാണ്. കുപ്പി ചെറുതായിരിക്കും, സാധനം കുറവായിരിക്കും, പക്ഷെ ഭയങ്കര എക്സ്പെൻസീവാണ്. ഹല്ലേലൂയ. അപ്പം ഈ ഒത്തിരി ഈ യേശുവിന് ഒരു പ്രാവശ്യം യേശു ടെമ്പിൾ മന്ദിരത്തിൻ്റെ അവിടെ ഈ ഓഫറിങ് ഇടുന്നവർ ഓർമ്മയുണ്ടോ? ആ ഇൻസിഡൻ്റ് ഓർമ്മയുണ്ട്? ആൾക്കാർ വന്ന് ഇങ്ങനെ ചാക്ക് കണക്കിന് വലിയ വലിയ ധനിയന്മാർ വന്ന് ഇങ്ങനെ പൈസ ഇടുന്നു, അതിടുന്നു, ഇതിടുന്നു. പക്ഷെ അവിടെ ഒരു വിധവ വന്നു, ഇല്ലയോ? കാണാൻ പോലും ഇല്ല, അവക്ക് പോലും കാണാനില്ല, അത്രയേ ഉള്ളൂ അവിടെ കയ്യിൽ 2 കാശ്. കാണാൻ ഒത്തിരി ഒന്നുമില്ല. പക്ഷെ അവൾ കൊടുത്തതാ, ആ വിധവ കൊടുത്തതാ യേശു വലിയതായിട്ട് കണക്കാക്കിയത്. ആമേൻ, ഹല്ലേലൂയ. പലരും പലതും ചെയ്യുന്നുണ്ട്, കാണത്തക്ക രീതിയിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഉള്ളിൽ എന്തുവാ കിടക്കുന്നതെന്ന് കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ. ഹല്ലേലൂയ. പ്രകടനം ഒത്തിരി ഉണ്ട്, പക്ഷേ ഹല്ലേലൂയ പുറമേ അല്ല, ദൈവം ഹൃദയം നോക്കുന്ന ദൈവമാണ്. എത്ര പേർക്ക് നന്ദി പറയൂ കർത്താവേ, അങ്ങനെ ആയതുകൊണ്ട് നന്ദി. ഞാൻ എത്ര പ്രാവശ്യം കർത്താവിനോട് നന്ദി പറഞ്ഞിട്ടുണ്ട്. കർത്താവെ ഇങ്ങനത്തെ ദൈവമായതുകൊണ്ട് നന്ദി. അതുകൊണ്ട് എനിക്ക് ആർക്കും അങ്ങോട്ട് ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൾക്കാർ എന്തേലും നമ്മളെ പറയുമ്പം തിരിച്ച് നമുക്ക് മറുപടി പറയേണ്ടേ ആവശ്യം, നമ്മൾ ന്യായം കൊടുക്കേണ്ടേ ആവശ്യമില്ല. സ്വർഗം ഇതൊക്കെ കാണുന്നു, കേൾക്കുന്നു. ആ സമയമാവുമ്പോൾ സ്വർഗം അതിനുള്ള മറുപടിയും പ്രതിഫലവും നമുക്ക് തരും. ആമേൻ. ഇവിടെ അല്ലെങ്കിൽ സ്വർഗത്തിൽ തരും. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇവിടെ കിട്ടുന്നതൊക്കെ ഇവിടെ ഇട്ടേച്ച് പോകണം. പക്ഷെ സ്വർഗത്തിൽ കിട്ടാൻ പോകുന്ന ആ വാക്കുകൾ, ആ പ്രതിഫലം, ആമേൻ, നമ്മൾ എന്തോ പറയുന്നത്, നിത്യത വരെ നിലനിൽക്കും. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു സാധനമാണ്, ഒരു കുടുംബ സ്വത്താണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പിന്നെ നമ്മൾ വേറെ ഒരു കാര്യം കാണുന്നത്, അത് നമ്മൾ ഈ പാപിയായ സ്ത്രീ യേശുവിനെ അഭിഷേകം ചെയ്തപ്പം യേശു പറഞ്ഞൊരു വരിയുണ്ട്. ഓക്കെ, ആരോടാ? ആ പരീശനോട്. ഓക്കെ, ഞാൻ വന്നപ്പം നീ എൻ്റെ കാല് കഴിയില്ല. പക്ഷെ ആ പാപിയായ സ്ത്രീ എന്തോ ചെയ്തു? കണ്ണുനീര് കൊണ്ട് യേശുവിൻ്റെ പാദം കഴുകി. നീ എൻ്റെ തലയിൽ എണ്ണ പൂശിയില്ല, പക്ഷെ അവള് ഈ തൈലം. അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടുത്തെ ഒരു ഗസ്റ്റ്, സാധാരണ അവരുടെ ഒരു കസ്റ്റമറി എന്ന് പറയും, ഒരു മര്യാദ അല്ലെ, അവരുടെ ഒരു രീതി അവരുടെ ഒരു രീതി ഇതാണ്. ഒരു ഗസ്റ്റ് വരുമ്പം അവർ ഈ യഹൂദ സംസ്കാരത്തിൽ ഇവരിങ്ങനെ ചെയ്യും, പലതും ചെയ്യും. കാല് കഴുകുന്ന കാര്യം നമുക്ക് അറിയാമല്ലോ. അവിടെ എല്ലാം പൊടിയുള്ള മരുഭൂമിയാണെന്നല്ലോ അവിടെ കേസ്. ഞാൻ പോയിട്ടുണ്ട് ഇസ്രയേലിൽ, അതുകൊണ്ട് എനിക്കറിയാം. ഭയങ്കര ചൂടും മരുഭൂമിയും. അപ്പോൾ നമുക്കിത് നമ്മുടെ വീട്ടിലൊക്കെ വരുമ്പോൾ ആദ്യം നമ്മൾ എന്തോ കൊടുക്കുന്നത്? വെള്ളം കൊടുക്കത്തില്ലയോ? പിന്നെ ചായ കൊടുക്കും, പിന്നെ എന്തെങ്കിലും അതിൻ്റെ കൂടെ കടിക്കാൻ കൊടുക്കും. അപ്പോൾ അവിടുത്തെ ഒരു സംസ്കാരമാണ്, എന്തുവാണ്, അവർ തലയിൽ എണ്ണ കൊണ്ട് ഗസ്റ്റിനെ എന്തോ ചെയ്യും, അവരെ ഓണർ ചെയ്യുന്ന രീതിയാണ്, അവരെ മാനിക്കുന്ന ഒരു രീതിയാണ്. പക്ഷെ അവിടെ ചെന്നപ്പം ആ പരീശൻ ചിലപ്പം കാണിക്കാൻ വേണ്ടി എന്തിനാ വിളിച്ചതെന്നൊന്നും നമുക്കറിയത്തില്ല, അതൊക്കെ കർത്താവിനെ അറിയത്തുള്ളൂ. പക്ഷെ ആ സ്ത്രീ അത് ചെയ്തു. അപ്പം ഇവിടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് ചെയ്യേണ്ടതാണ്. അപ്പം ഇവർ ചെയ്തോ ഇല്ലയോ എന്ന് അറിയത്തില്ല. പക്ഷേ മറിയ അത് ചെയ്തു, കർത്താവിന് വേണ്ടി ചെയ്തു. ഹല്ലേലൂയ. അപ്പം അതൊരു കഷ്ടമാണ്. ആമേൻ. അപ്പം അതൊക്കെ ചിലപ്പം ഈ തലയിൽ ഇങ്ങനെ എണ്ണ കോരിയൊന്നും ഒഴിക്കത്തില്ലല്ലോ, അവർക്ക് പിന്നെ ഇരിക്കേണ്ടതില്ലയോ. അപ്പം വല്ല തൊട്ട് ഇങ്ങനെ ഇച്ചിരി എങ്ങാനും ഒക്കെ ആയിരിക്കും ഇടുന്നത്, എത്ര ഇടുന്നതെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, പക്ഷെ മറിയ എന്തോ പറയുന്നേ, രീതി അനുസരിച്ചല്ല ചെയ്തത്.
മനസ്സിലായല്ലോ? എല്ലാവരും ഇത്രയും കൊടുക്കുന്നു, ഞാനും അത്രയും കൊടുത്താൽ പോരായോ? ഈ ഒത്തിരിയൊക്കെ എന്തിനാ ചെയ്യുന്നത്? എല്ലാവരും ഇത്രയും സേവിക്കുന്നു, എല്ലാവരും ഇത്രയും ചെയ്യുന്നു, അത്രയൊക്കെ ഞാനും ചെയ്താൽ പോരായോ? ഈ അതിലൊക്കെ കവിഞ്ഞ് ചെയ്യേണ്ട ആവശ്യം എന്തുവാ? ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ നമുക്കും വരാറില്ലയോ? നമ്മളൊക്കെ ഇച്ചിരി അധികം കർത്താവിന് വേണ്ടി ചെലവഴിക്കുമ്പം അല്ലെ പ്രവർത്തിക്കുമ്പോഴൊക്കെ ചിലർ നമ്മളോട് ചോദിക്കുന്നതാ. എന്നോട് ചോദിച്ചിട്ടുണ്ടെന്ന്, അതുകൊണ്ടില്ല ഞാൻ പറയുന്നേ. ഇത്രയൊക്കെ ഓടി നടക്കേണ്ട ആവശ്യമുണ്ടോ കുടുംബം വിട്ടിട്ട്? ഈ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, സോ അപ്പോൾ അവൾ എന്തോ ചെയ്തു, അത് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ അവൾ അങ്ങനെ യേശുവിനെ ആ എണ്ണ വെച്ച് അത് മൊത്തം അങ്ങ് കൊടുത്തു, ഇല്ലയോ? അവിടെ അതിനകത്തുള്ള അത് നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്തപ്പോൾ അല്ലേ, അത് നമുക്കൊന്ന് വായിക്കാം. അവിടെ പൊട്ടിച്ചെന്നുള്ളത് അവിടെ എഴുതിയിട്ടുണ്ടോ? തലയിൽ ഒഴിച്ചെന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ഓക്കെ, വേറെ ഒരിടത്തുണ്ട് അത് അവൾ ആ കുപ്പി, ആ ഭരണി എന്തോ ചെയ്തു, പൊട്ടിച്ചെന്നുള്ളത്. അവൻ ബഥാനിയിൽ കുഷ്ഠരോഗിയായ ശീമോന്റെ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു വെൺകൽ ഭരണി വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലവുമായി വന്ന് ഭരണി പൊട്ടിച്ച് അവന്റെ തലയിൽ ഒഴിച്ചു. ഭരണി പൊട്ടിച്ച് അവന്റെ തലയിൽ ഒഴിച്ചു. ഇപ്പൊ ചില വേദപണ്ഡിതന്മാർ പറയുന്നേ ഇതിനകത്തുനിന്ന് എന്തേലും ഇറങ്ങണമെങ്കിൽ അത് പൊട്ടിക്കേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ, അങ്ങനത്തെ അതിൻ്റെ ആ കഴുത്തുണ്ടല്ലോ, ആ നെക്ക്, ഈ മേളിലോട്ടുള്ള സാധനം, അത് പൊട്ടിച്ചാൽ അതിനകത്തുനിന്ന് വീഴത്തുള്ളൂ. ആ ചിന്തയിലോട്ട് ഞാൻ ഇപ്പം കടന്നു പോകുന്നില്ല. പക്ഷെ എനിക്ക് കിട്ടിയ ഒരു വെളിപ്പാട് അതിൽ നിന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ചിലപ്പോൾ അത് വേദപണ്ഡിതന്മാർ എന്നോട് യോജിക്കുമ്പോൾ ഇല്ലയോ എന്നറിയത്തില്ല, പക്ഷെ എന്നോട് ഇടപെട്ട ഒരു കാര്യം ഞാനങ്ങ് പറയാം. ഈ നമ്മൾ സഹോദരിമാരൊക്കെ നമ്മൾ ഈ ശേഖരിച്ച് വെക്കുമല്ലോ ചില കാര്യങ്ങളൊക്കെ, ഇല്ലയോ? ചെയ്യാറുണ്ടോ? ചിലരുണ്ടോ? ഈ ജാമിൻ്റെ കുപ്പി, ബോൺവിറ്റ കുപ്പി, അങ്ങനെയൊക്കെ ആരേലും ഈ കിട്ടുന്ന നല്ല കുപ്പികളൊക്കെ കിട്ടുമ്പം എന്നോട് ചോദിച്ചാൽ, ഇതിപ്പോൾ പബ്ലിക്കിലൊക്കെ പറഞ്ഞാൽ മനുഷ്യർ ചിരിക്കും, അതിനെന്നാന്ന് നമ്മളുള്ള കാര്യം അങ്ങ് പറയുമില്ലയോ. ഈ പണ്ടൊക്കെ നല്ല പ്ലാസ്റ്റിക് കവർ കിട്ടുമ്പം അതെനിക്ക് കളയാൻ തോന്നത്തില്ല, അതുപോലും ഞാൻ എന്തോ ചെയ്യും, എടുത്തു വെക്കും, ഇല്ലയോ? നിങ്ങളൊക്കെ ചിരിക്കുന്നത്. അപ്പം ചിലരെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ അങ്ങനത്തെ ആൾക്കാരാണ്. അങ്ങനെ ആ സാധനം പോലും നമ്മൾ കളയാൻ ആഗ്രഹിക്കത്തില്ല, ഇല്ലയോ? ഈ സഹോദരിക്ക് ആ എണ്ണ ഒഴിച്ചാൽ പോരായിരുന്നോ? പക്ഷെ അവൾ എന്തോ ചെയ്തു, ആ അകത്തും പുറത്തും ഉള്ളത് ഇത് രണ്ടും അവൾ യേശുവിന് വേണ്ടി അങ്ങ് കൊടുത്തു. ഹല്ലേലൂയ. അതിനി അല്ലാതെയും പൊട്ടിച്ചൊഴിക്കാമെങ്കിൽ എന്നുള്ള ഒരു ചിന്തത, അത് അങ്ങനെ മാത്രമേ ചെയ്യാൻ ഒക്കുമെങ്കിൽ അങ്ങനെ ഇരുന്നോട്ട്. പക്ഷെ എൻ്റെ ഉള്ളിൽ വന്ന ഒരു ചിന്ത ഇതാണ്, അവൾ കർത്താവിന് വേണ്ടി കൊടുത്തത് പൂർണ്ണമായിട്ട് അങ്ങ് 100% അവൾ അങ്ങ് കൊടുത്തു. അതിൽ നിന്ന് ഒരു തുള്ളി പോലോ അതിനകത്ത് റിസർവ് ചെയ്ത് വെക്കാതെ അവൾ മൊത്തവും കൂടി അകവും പുറവും കൂടി അവൾ എന്തോ ചെയ്ത് യേശുവിൻ്റെ പാദപീഠത്തിൽ അവൾ അതങ്ങിട്ടു. ഹല്ലേലൂയ. തലയിൽ ഒഴിച്ചിട്ട് അത് പൊട്ടിച്ചത്. അപ്പോൾ പൊട്ടിച്ച് തലയിൽ പൊട്ടിക്കാൻ പറ്റും? ഒന്ന് പറഞ്ഞേ. തലയിൽ ഒഴിച്ചെങ്കിലും എവിടെ ആയിരിക്കും പൊട്ടിച്ചത്? എങ്ങനെയും പൊട്ടിച്ച് കാണും, പക്ഷെ അന്നേരം അത് പല സ്ഥലങ്ങളിൽ അത് വീണ് കാണും, ഇല്ലയോ? ഓക്കെ, സോ അപ്പം ആ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നതാ, അത് ഞാൻ അങ്ങ് എഴുതി വെച്ചെന്നേ ഉള്ളൂ. ഓക്കെ, സോ പിന്നെ നമുക്ക് അതിലേക്ക് ഇവളിങ്ങനെ ചെയ്തപ്പം അവൾ പറയുന്ന 14:5 മാർക്കോസ് 14:5 എഴുതിയേക്കുന്നത്, അവളെ എന്തോ ചെയ്തു, ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത് ദേ സ്കോൾഡഡ് ഹർ, അവളെ വഴക്ക് പറഞ്ഞു, ഇല്ലയോ? എന്തുവാ മലയാളത്തിൽ എഴുതിയേക്കുന്നത്? ഇങ്ങനെ നീരസപ്പെട്ട അവളെ ഫൽസിച്ചു. അയ്യോ, നമ്മളൊക്കെ പിശാചിനെയാ ഫൽസിക്കുന്നത്, ഇല്ലയോ? പക്ഷെ അവളെ എന്തോ ചെയ്ത്, ഈ നല്ല പ്രവൃത്തിക്ക് വേണ്ടി അവളെ എന്തോ ചെയ്തു, ഫൽസിക്കൂ. അത് അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ആരേലും ചെയ്തപ്പോൾ അത് അവർക്ക് പിടിക്കുന്നില്ല. അങ്ങനത്തെ വിശ്വാസികളെ കണ്ടിട്ടുണ്ടോ? ഓക്കെ, നമ്മൾ നെഗറ്റീവിലോട്ട് അധികം പോകുന്നില്ല. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ, സ്വോത്രം പറന്ന്. അത് കണ്ട് നിങ്ങളുടെ ഉള്ളിലൊരു പ്രേരണ കയറട്ടെ. നമ്മൾ അയ്യോ അവരത്രയും ചെയ്തു, കോമ്പറ്റീഷൻ അല്ല, അവരത്രയും ചെയ്തപ്പോൾ ഞാൻ അതിലും അധികം ചെയ്യും, അങ്ങനല്ല. അതിൽ നിന്ന് പ്രേരണ പ്രാപിച്ചു, അവരിത്രയും ഓടുന്നുണ്ടോ, അവരിത്രയും അവരിങ്ങനെ ആരാധിക്കുന്നല്ലോ, അവരിത്രയും സമയം പ്രാർത്ഥനയ്ക്ക് കൊടുക്കുന്നല്ലോ, കർത്താവെ എന്നെയും കൂടി ഒന്ന് ഇടയാക്കണമേ, ഇനിയും അധികം ആരാധിക്കാൻ, അധികം പ്രാർത്ഥിക്കാൻ, അധികം ചെലവഴിക്കാൻ, എന്നെയും കൂടി ഒന്ന് ബലപ്പെടുത്താൻ. ആ ഒരു ആഗ്രഹം, നല്ല ആഗ്രഹം.
അല്ല കോമ്പറ്റീഷൻ, അവളെക്കാട്ടും എനിക്ക് അധികം കൊടുക്കണം, അവനെക്കാട്ടും അധികം അങ്ങനല്ല, ആ ഒരു ഭാവമല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിനെ കണ്ട് പ്രേരണ നമ്മൾ ലഭിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് പകരം ഇവരെന്തോ ചെയ്യുന്നേ? ഈ പത്സിക്കുന്നതൊക്കെ ആരാന്നറിയാമോ? ഒന്നും ചെയ്യാത്തവരായി പത്സിക്കുന്നത്. ഒന്നും ചെയ്യാത്തവരാ. ചെയ്യുന്നവർ പത്സിക്കത്തില്ല, അവർ പഠിക്കും, അവർ പഠിക്കാൻ നോക്കും അതിനകത്ത്. പക്ഷേ ഒന്നും ചെയ്യാത്തവർ ഇവരെയൊക്കെ കുറ്റം പറഞ്ഞ് നടക്കും. ഈ കുറ്റം പറഞ്ഞ് നടക്കുന്നവർ മനസ്സിലാക്കിക്കോണം അവരെങ്ങനത്തെ കാറ്റഗറിയുള്ള. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവരെ മൈൻഡ് ചെയ്യില്ല. ഇവള് മൈൻഡ് ചെയ്തോ? മറിയ എന്തേലും ഒരു വാക്ക് ഇവർക്ക് തിരിച്ചു പറഞ്ഞോ? ഡിഫെൻഡ് ചെയ്തോ? അവളെ തന്നെ ഡിഫെൻഡ് ചെയ്തോ? അല്ലെ 4 പേര് നല്ലത് പറയാൻ വേണ്ടിയാണോ അവൾ ചെയ്തത്? ശരിക്കും പറഞ്ഞാൽ ഈ യഹൂദന്മാരുടെയൊക്കെ ഈ കൾച്ചറിൽ നോക്കുന്നത് ഇങ്ങനെയൊന്നും ശരിക്കും പറഞ്ഞാൽ ചെയ്യാൻ പറ്റത്തില്ല. ഗുരുവാ, ദൈവപുത്രനൊന്നും ഇവർക്കൊന്നും ഇതുവരെ ഒന്നും ചൊവ്വയുള്ള വെളിപ്പാട് കിട്ടിയിട്ടില്ല. അതുകൊണ്ടങ്ങ് മാറ്റിവെക്കാം. പക്ഷെ ഒരു റബിയ അതവർ അംഗീകരിച്ചല്ലോ. നമ്മൾ ഇന്നലെയും നിക്കോദെമസിനെ പറ്റിയൊക്കെ നമ്മൾ കേട്ടല്ലോ. ഓക്കെ, ഇവർക്കറിയാം ഒരു വലിയ ഗുരുവാന്ന് ഇവർക്ക് മനസ്സിലാവും. അപ്പം ആ സമയത്തൊക്കെ ഗുരുക്കന്മാർക്ക് ഇങ്ങനെ ഈ വിമൻ ഡിസൈപ്പിൾസ് ഇല്ല, സഹോദരിമാർ ആയ ഒരു ഡിസൈപ്പിൾസ് ഇല്ല. യേശുവാ ആ സഹോദരിമാർക്ക് വേണ്ടി ഒരു വഴി തുറന്നത്. ഹല്ലേലൂയ. യേശുവിന് സ്ത്രീകളും ഉണ്ടായിരുന്ന ശിഷ്യന്മാർ, 12 ശിഷ്യന്മാരല്ലാതെ യേശുവിന് വേറെയും അനേക ശിഷ്യന്മാരുണ്ടായിരുന്നു. അതിൽ അവരുടെ പേരെഴുതിയിട്ടുണ്ടല്ലോ. നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണാം. ജോയാന, സുസാന, മറിയം മഗ്ദലിനി, ഇവരെല്ലാം ഉണ്ട്. ഓക്കെ, അതുപോലെ ഈ മാർത്തയുടെ സിസ്റ്റർ മറിയ, പിന്നെ യേശുവിൻ്റെ അമ്മ പോലും യേശുവിൻ്റെ ഒരു ഡിസൈപ്പിളായിരുന്നു, ഇല്ലയോ? അത് നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ കാണുന്നുണ്ട്. യേശുവിൻ്റെ അമ്മയും സഹോദരന്മാരും ഇവരെല്ലാം യേശുവിൻ്റെ ഡിസൈപ്പിൾസ് ആയിരുന്നു. അപ്പം സഹോദരിമാരായിട്ടും അനേക ഡിസൈപ്പിൾസ് ഉണ്ടായിരുന്നു. യേശുവിനോട് കൂടെ യാത്ര ചെയ്തിട്ടുണ്ട് അവർ. ഞാൻ ഈ അനേക വർഷങ്ങൾ മുന്നേ ഈ 4 സുവിശേഷവും ഒത്തിരി നാളുകളിരുന്ന് പഠിച്ച് യേശുവിൻ്റെ ശുശ്രൂഷയെ പറ്റി പഠിച്ചിട്ട് ഒരു 4-5 മാസം ഞങ്ങളുടെ ചർച്ചിൽ ഞാനത് കോവിഡിൻ്റെ സമയത്ത് ഞാൻ എന്നും ക്ലാസ് എടുത്തതിന്. അന്നേരം ഞാൻ പഠിച്ച കാര്യമാണ്, യേശു മിഷൻ ട്രിപ്പിൽ പോകുമ്പം സഹോദരിമാരും കൂടെ പോയിട്ടുണ്ട്. അവരെ പറ്റി എഴുതിയേക്കുന്ന അവരുടെ ധനത്തിൽ നിന്ന് യേശുവിൻ്റെ മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്തവരാണ് ഈ സഹോദരിമാർ. ആമേൻ. സഹോദരിമാരിലും ഞാൻ വിചാരിച്ചൊരു സ്തോത്രം പറയുമെന്ന്. യേശുവിന് മിനിസ്ട്രിയുടെ ഒക്കെ സപ്പോർട്ട് വേണോ? എന്നോട് പറഞ്ഞേ. യേശുവിന് അന്നത്തെ യേശുവിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. യേശുവിന് ആരുടെയും സപ്പോർട്ട് വേണോ? മത്സ്യത്തിൻ്റെ വായി കിടക്കുന്ന കോയൻ ദ്രഹ്മം യേശുവിന് അറിയത്തില്ലയോ? 5 അപ്പവും 2 മീനിനെയും 5000 പുരുഷന്മാരെ പോഷിപ്പിച്ച ദൈവമാ കർത്താവാ എൻ്റെ യേശു, ഇല്ലയോ? യേശുവിന് നിങ്ങളുടെ സപ്പോർട്ട് വേണോ മിനിസ്ട്രിക്ക്? വേണ്ടാന്ന്. പക്ഷെ എന്നാലും ഈ സഹോദരിമാർ തീരുമാനിച്ച് ഞങ്ങളുടെ സേവിങ്സിൽ നിന്ന് യേശുവിൻ്റെ മിനിസ്ട്രിയെ, യേശു തന്നെയല്ലല്ലോ, ഈ 12 ശിഷ്യന്മാരുണ്ട്, പിന്നെ ഇവരെല്ലാം ജോലി വിട്ടച്ചില്ലോ ഇറങ്ങിയത്, ഇല്ലയോ? വലയും മീനും പിന്നെ ടാക്സ് കളക്ട് ചെയ്യുന്ന ആളും അതും എല്ലാം വിട്ടച്ചില്ലോ ഇവർ ഇറങ്ങിയത്. അപ്പോൾ ഇവരെയൊക്കെ പോറ്റണ്ടായോ? അപ്പോൾ ഈ കുറച്ച് സഹോദരിമാർ തീരുമാനിച്ച് ഞങ്ങൾ യേശുവിൻ്റെ മിനിസ്ട്രി അങ്ങ് സപ്പോർട്ട് ചെയ്യാൻ പോവുക. ഞങ്ങൾക്കുള്ള സമ്പത്തിൽ നിന്ന് ഞങ്ങൾ യേശുവിന് വേണ്ടി, യേശുവിൻ്റെ ടീമിന് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ പോവുക. അപ്പോൾ യേശു അവരുടെ മനസ്സ് കണ്ടുകൊണ്ട് പറഞ്ഞ്, എനിക്ക് അവരോട് പറഞ്ഞ് കാണത്തില്ല, ഞാൻ എൻ്റെ ഐഡിയയിൽ അങ്ങ് പറയുക. യേശു മനസ്സിൽ ചിന്തിച്ച് കാണും, എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടൊന്നും വേണ്ട പിള്ളേരെ, എന്നാലും നിങ്ങൾ ഈ സ്നേഹത്തോടു കൂടി കൊണ്ടുവന്നത് ഞാൻ അതിനെ അങ്ങ് റിസീവ് ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ സഹോദരിമാർക്ക് വേണ്ടി ആമേൻ സുവിശേഷത്തിൽ ഒരു വലിയ പങ്ക് ആമേൻ നമുക്ക് ഉണ്ട്. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ പങ്കാളിത്തം നമുക്ക് കാണിക്കാൻ പറ്റിയേ മിഷൻ ട്രിപ്സിൽ നമ്മൾ പോകണം. ആമേൻ. സപ്പോർട്ട്, നമ്മൾ മിനിസ്ട്രീസിനെ നമ്മൾ സപ്പോർട്ട്. ഞങ്ങൾ ജോലി ചെയ്തില്ലെങ്കിലും, അത് എൻ്റെ മദറിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. എൻ്റെ മമ്മി ഒരിക്കലും ഒരു ജോലി ചെയ്തിട്ടില്ല. ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്, പക്ഷെ എൻ്റെ മദർ ജോലി ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും എത്ര ദൈവദാസന്മാരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നറിയാം. എങ്ങനെയാണെന്നറിയാമോ? ആരേലും എന്തേലും എൻ്റെ മമ്മിക്ക് കൊണ്ടു കൊടുക്കുമ്പം ഒരു 100 രൂപ, അന്നത്തെ കാലം പറയുന്നത് കേട്ടോ, 100 രൂപ, 50 രൂപ, 500 രൂപ, എത്ര കൊടുത്താലും 1000 ആണെങ്കിലും അത് പുള്ളിക്കാരി എന്തോ ചെയ്യും, മെത്തയുടെ അടിയിൽ കൊണ്ട് പില്ലോയുടെ അകത്ത്, അലമാരിയിൽ തുണിയുടെ അടിയിലും അവിടെ ഇവിടെയൊക്കെ പാത്തു വെക്കും.
ഞങ്ങൾക്കറിയാം ഈ മെത്തയൊക്കെ പൊക്കുമ്പോഴും എന്തെങ്കിലും ആവശ്യത്തിന് ഈ അലമാരിക്കകത്ത് നമ്മൾ കൈയിടുമ്പോഴേ നോക്കുമ്പോൾ അവിടെ ഇരിക്കുന്നു പൈസ, ഇവിടെ ഇരിക്കുന്നു, അല്ലേ ഈ പ്ലേറ്റ് എന്താ പറയുന്നത് കപ്പിനകത്ത് അടച്ച് അതും കമത്തി വെക്കും, എന്തേലും അവിടെ ഇവിടെയൊക്കെ വെക്കും. എന്നിട്ട് ഞാൻ ചിന്തിക്കും എന്തിനാ. അപ്പോൾ ആരെങ്കിലും ഒരു ദൈവദാസൻ ഒരു എൻ്റെ പിതാവ് എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രസ്ഥാനം ആരംഭിച്ച ഒരു ദൈവദാസനാണ്. IPCNR എന്ന് പറയും, ഇന്ത്യൻ പെൻറ്റക്കോസ്റ്റൽ ചർച്ച് നോർത്തേൺ റീജൻ. IPC ഉത്തര ഭാരതത്തിൽ പിതാവാണ്. എൻ്റെ പിതാവാണ്. അപ്പോൾ 100ഓളം സഭകളുണ്ട്. അപ്പോൾ ഈ മിഷൻ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ പിതാവിൻ്റെ ഈ പ്രസ്ഥാനമാണ്. ഓക്കെ. അപ്പോൾ പലപ്പോഴും പലരും അവർക്ക് സപ്പോർട്ട് ചിലപ്പോൾ സമയത്തിന് കിട്ടാതെ ഇവരിങ്ങി വരും, വീട്ടിൽ വരുമ്പം അവർ പറയും, ഈ മാസത്തെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയില്ല, ഒന്ന് അയക്കാമോ, ഞങ്ങൾ റെൻറ്റിന് കൊടുത്തില്ല, അല്ലെങ്കിൽ ഞങ്ങൾ എന്തോ പറയുന്നത് പിള്ളേരുടെ സ്കൂളിൻ്റെ പൈസ കൊടുക്കണം. അതുപോലെ അപ്പോൾ ചിലപ്പം എൻ്റെ പിതാവും ജോലി ചെയ്യുന്നതല്ലല്ലോ, സുവിശേഷം എല്ലാം സ്ഥലവും നിലവും ഒക്കെ വിറ്റ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയതാണ്. വിശ്വാസത്തോടു കൂടിയാണ് ഇതൊക്കെ എല്ലാ മാസവും പ്രാർത്ഥിച്ച് ഈ 100ഓളം വിശ്വാസികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒക്കെ ഈ സമയത്തിന് ചിലപ്പം കിട്ടാതെ വരും സപ്പോർട്ട്. അന്നേരം എന്തോ ചെയ്യും, ഇവർ വീട്ടിലെത്തും പപ്പയുടെ പേഴ്സിൽ 5 പൈസ ഇല്ല. അന്നേരം മമ്മി എന്തോ ചെന്നറിയാം, ഇവരെ ആരും നിരാശപ്പെടുത്താതെ മമ്മി ചെന്ന് ആ ബെഡിൻ്റെ അടിയിൽ നിന്ന്, ആ അലമാരിക്കകത്തു നിന്നും, ആ കോനയിൽ നിന്ന് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എടുത്ത് ഈ ദൈവദാസന്മാരെ എന്തായാലും ഇവർക്ക് കൊടുത്ത് പറഞ്ഞയക്കും. ആമേൻ. ജോലി ചെയ്യാതെ ഒരു പൈസ പോലും ഇങ്ങോട്ട് ആരിൽ നിന്നും വാങ്ങിക്കാതെ ആരെങ്കിലും തന്നെങ്കിൽ അത് ശേഖരിച്ച് വെച്ച് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ വേണ്ടി എൻ്റെ അമ്മ ഒരു സാരി പോലും കടയിൽ ചെന്ന് വായിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഒറ്റ സാരി വാങ്ങിക്കുന്നത് കടയിൽ പോയി ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇഷ്ടം പോലെ സാരി എവിടുന്നേലും ഒക്കെ കിട്ടും. അതും എന്തോ ഈ കിട്ടുന്നതും ആരേലും ഒരു ദൈവദാസൻ്റെ ഭാര്യ വരുമ്പം അല്ലേ ദൈവദാസൻ ഇത് സഹോദരിക്ക് കൊടുത്തേരെന്ന് പറയും. ഈ കൊടുക്കുന്നതുകൊണ്ട് എന്തുവാ പിന്നെയും കിട്ടിക്കൊണ്ടിരിക്കും, പിന്നെയും കൊടുക്കുന്നതുകൊണ്ട് പിന്നെയും കിട്ടും. ആമേൻ. ഹല്ലേലൂയ. ഇപ്പം സഹോദരിമാർ ഇന്ന് ഇവിടെ ഇച്ചിരി അധികമാണല്ലോ, അതുകൊണ്ട് ഞാൻ ഇച്ചിരി പാസ്റ്ററെ ഫോക്കസ് ചെയ്ത് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരിമാരെ, നമുക്ക് ദൈവരാജ്യത്തിൽ ഒരു വലിയ പങ്കാളിത്തം ഉണ്ടെന്ന്, നമുക്ക് കൊടുക്കാനും എന്താ പറയുന്നത് കൊയ്യാനും ഒക്കെ ദൈവം നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ടെന്ന്. ആ കുറച്ച് മതി, ആ വിധവയെ പോലെ 2 കാശ് മതിയെന്ന് അതിനെ ദൈവം വലുതായിട്ട് കണക്കാക്കും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ സഹോദരിമാർ യേശുവിൻ്റെ മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്തവരാണ്. ഹല്ലേലൂയ. അപ്പം അങ്ങനെ സാധാരണ ഗുരുക്കന്മാർക്ക് ഇങ്ങനെ സ്ത്രീകളായിട്ട് ശിഷ്യന്മാരില്ല. ഓക്കെ. പക്ഷേ യേശു അതിനു വേണ്ടി വഴി തുറന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമുക്കിന്ന് സഹോദരിമാർക്ക് ധൈര്യമായിട്ട് കർത്താവിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റുന്നത്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഓക്കെ. അപ്പോൾ ഇവരിങ്ങനെ ചെയ്തപ്പോൾ അവർ വഴക്ക് പറഞ്ഞു. അതെന്തുകൊണ്ടാണെന്നറിയുമോ? ഇത് യേശുവിൻ്റെ ഈ ശിരസിൻ്റെ മേലിട്ട സാധനം നമുക്കെല്ലാവർക്കും അറിയാം. എത്രയോ പ്രസംഗം നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു കൂലിക്കാരൻ്റെ 1 വർഷത്തെ സമ്പാദ്യം ഇല്ലയോ, പുള്ളിക്കാരൻ്റെ പൈസ അല്ല ഒരു വ്യക്തിയുടെ പൈസ 1 വർഷത്തെ സേവിങ്സ് ആണ് എന്ന് പറഞ്ഞാൽ ഒന്നും ചിലവഴിക്കാതെ ഒരു സാലറി സേവിങ്സ് അല്ല, ഒരാടെ അവർക്ക് കിട്ടുന്ന ശമ്പളം അത്രയും വിലപിടിപ്പുള്ള ഒരു സാധനമാണ്. ഓക്കെ. പക്ഷേ അത് മറിയ അവിടെ കയ്യിൽ എത്ര ഉണ്ടായിരുന്നോ അത് 1-2 തുള്ളി ഇടാതെ, ഓക്കെ, പുള്ളിക്കാരൻ ഇട്ടില്ല എന്നാൽ ഞാൻ 2 തുള്ളി അങ്ങ് ഇട്ടേക്കാം, അങ്ങനല്ല. അല്ലേ വേറെ ആരെങ്കിലും എന്തോ പറയുമോ എന്തോ പറയത്തില്ലയോ, അവരുടെ കൈകൊട്ട് കേൾക്കാനോ. ഇൻഫാക്റ്റ് അവൾ ചെയ്തത് കൈകൊട്ടാനല്ല, അവളെ അവർ എന്തോ പറയുന്നേ അതും ഇതും പറയാൻ തുടങ്ങി. അവർ വഴക്ക് പറയാൻ തുടങ്ങി. പക്ഷെ അവൾക്കറിയാമെന്ന് ചിലപ്പം അവൾ ചിലപ്പം പ്രതീക്ഷിച്ചാണ് ഇവർ ചിലപ്പോൾ ഇതൊക്കെ ചെയ്യും. പക്ഷെ എന്നാലും എനിക്ക് ചെയ്യേണ്ടത് ഞാൻ ചെയ്തിട്ടേ അടങ്ങത്തുള്ളെന്ന് അവൾ ഒരു തീരുമാനം അങ്ങ് എടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു അവൾ ചെയ്ത പ്രവൃത്തിയെ പറ്റി പറയുന്നത്. 14:8 വായിച്ചേ. അവൾ തന്നാൽ ആവത് ചെയ്തു, കല്ലറയിലെ അടക്കത്തിനായി എൻ്റെ ദേഹത്തിന് മുമ്പ് കൂട്ടി തൈലം തേച്ചു. ആമേൻ, ഹല്ലേലൂയ. തന്നാൽ ആവത് ചെയ്തു. എല്ലാവർക്കും ഒന്നൊന്ന് ഏറ്റു പറയാമോ? അവക്ക് തന്നാൽ ആവത് ചെയ്തു. അവക്ക് തന്നാൽ ആവത് ചെയ്തു. ഇതാ നമ്മൾ കേൾക്കേണ്ടത്.
നമ്മുടെ രക്ഷിതാവിൻ്റെ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ്റെ അധരത്തിൽ നിന്ന് ഇതാണ് നമ്മൾ ഒടുവിൽ കേൾക്കേണ്ടത്. അവക്ക് തന്നാൽ ആവത് അവള് ചെയ്തു. ഹല്ലേലൂയ. ഇത് പറയാൻ നമുക്ക് ധൈര്യമുണ്ടോ? എനിക്ക് ഇന്ന് വരെ ഉള്ള ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തു. ആ ധൈര്യം നമുക്കുണ്ടോ? ഇല്ലെങ്കിൽ അതിനു വേണ്ടി ഇന്ന് നമുക്കൊന്ന് സമർപ്പിക്കണം. കർത്താവേ, എനിക്ക് പറ്റുന്നത് ഞാൻ ചെയ്യണം, ഞാൻ ചെയ്യും. ആമേൻ. അല്ലെ, ഞാൻ ചെയ്തു. ഏതേലും ഒരു വരി ഇന്ന് പറഞ്ഞിട്ട് പോകണം. എനിക്ക് ഒക്കുന്നത് ഞാൻ ചെയ്യും. തീരുമാനമെടുക്കണം. ചെയ്തെങ്കിൽ ഞാൻ ചെയ്തു എന്ന് പറയാൻ നമുക്ക് ഇന്നിടയാകണം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ അത് ദൈവദാസൻ നിക്കോദിമോസിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ വേഗം ഓർത്ത് ദൈവം എന്നെ ഇവിടെ പഠിപ്പിച്ച ഒരു കാര്യം. എന്തുവാ യേശു പറഞ്ഞത്? ഷീ ഹാസ് അനോയിന്റഡ് മൈ ബോഡി ബിഫോർ ഹാൻഡ് ഫോർ ബറിയൽ. എന്തോന്നും കൂടി പറഞ്ഞേ, വായിച്ചേ. കല്ലറയിലെ അടക്കത്തിനായി എന്റെ ദേഹത്തിന് മുമ്പ് കൂട്ടി തൈലം തേച്ചു. മുൻപ് കൂട്ടി യേശുവിന് വേണ്ടി അവള് തൈലം. ഇന്നലെ നമ്മൾ കേട്ടല്ലോ നിക്കോദിമോസ് ചെയ്തത്. 35 കിലോ സ്പൈസസ്, ഇല്ലയോ? എന്തുവായിരുന്നു സ്പൈസസ്? സുഗന്ധവർഗം. 35 കിലോ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് കൊടുക്കാൻ പറ്റുന്ന പുള്ളി മാക്സിമം യേശുവിന് വേണ്ടി ചെയ്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരണത്തിന് ശേഷം ഓക്കെ, അങ്ങനെ ഒരു പരിപാടി ഉണ്ട് അവിടുത്തെ, അങ്ങനെ ഒരു രീതിയുണ്ട്, ചെയ്തു. പക്ഷെ മറിയയ്ക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന അതിലും വലിയൊരു ഭാഗ്യം കിട്ടി. ആമേൻ. മരിക്കുന്നതിന് മുന്നേ യേശുവിനെ ആമേൻ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യാൻ, ആ മരണത്തിനു വേണ്ടി ഒരുക്കുവാൻ. ഹല്ലേലൂയ. അത് മനസ്സിലാക്കി ആ വെളിപ്പാട് അവർക്ക് കിട്ടിയെന്നുള്ളതാ. അതാ ഏറ്റവും വലിയൊരു കാര്യം. ഹല്ലേലൂയ. വേറെ ആർക്കും കിട്ടാത്ത വെളിപ്പാട് ഈ മറിയയ്ക്ക് കിട്ടിയെന്ന്. 12 ശിഷ്യന്മാരെ എപ്പോഴും കൂടെ നടക്കുന്നുണ്ട്. ഇവരൊക്കെ എപ്പോഴും നടക്കുന്നില്ലായിരിക്കും, ബിക്കോസ് വീട്ടിൽ കുടുംബവും അവരൊക്കെ ഉണ്ടല്ലോ. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവർ പോകുന്നുണ്ടായിരിക്കും. പക്ഷേ ഈ 12 ശിഷ്യന്മാർക്ക്, മത്തായിക്കും മർക്കോസിനും എന്താ പറയുന്നത്, പത്രോസിനും യാക്കോബിനും യോഹന്നാനും കിട്ടാത്ത ഒരു വെളിപ്പാട് ആർക്ക് കിട്ടി? സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു വാക്യം പറയാം. ഓക്കെ, അതിപ്പോൾ വായിക്കാൻ സമയമില്ല, ഞാൻ പറഞ്ഞങ്ങ് പോകാം. അവിടെ മർക്കോസ് 8 വായിക്കണ്ട, 31 തൊട്ട് 33 വരെ യേശു പറയുന്നുണ്ട്, മനുഷ്യപുത്രൻ ഇനി കഷ്ടത്തിൽ കൂടി പോകും. ഓക്കെ, എൽഡേഴ്സ് റിജക്റ്റ് ചെയ്യും, പിന്നെ യേശു പിടിക്കപ്പെടും, മരണപ്പെടും, പിന്നെ 3-ാം നാൾ യേശു ഉയർത്തെഴുന്നേക്കും. ഇവിടെയൊക്കെ എഴുതിയിട്ടുണ്ട്. അന്നേരം ഇത് പറഞ്ഞപ്പം പത്രോസ് യേശുവിനെ മാറ്റി കൊണ്ടുപോയി. എന്നിട്ട് എന്തു പറഞ്ഞു? അവിടെ എഴുതിക്കുന്ന പത്രോസ് യേശുവിനെ ശാസിക്കാൻ തുടങ്ങിയെന്ന്. എന്തോ പറയുന്ന കർത്താവേ. ഇവരുടെ മനസ്സിരിക്കുന്ന വേറെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, അതിലേക്ക് ഞാൻ കയറുന്നില്ല, അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. എന്നിട്ട് യേശുവിനോട്, അന്നേരം യേശു നമുക്കറിയാം തിരിച്ച് പത്രോസിനെ ശാസിച്ച് പിശാചെന്നും പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ അവിടെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ പത്രോസ് ഏതാ? ഈ ലീഡർ, ഈ ഗ്രൂപ്പിൻ്റെ ലീഡറിന് പോലും കിട്ടാത്ത വെളിപ്പാട്. യേശു മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ മരിക്കില്ലെന്ന് യേശുവിനെ ശാസിച്ച ഈ വ്യക്തി, മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, ഇവർക്ക് കിട്ടാത്ത ഒരു വെളിപ്പാടും അതെങ്ങനെ കിട്ടി? അത് മറിയയ്ക്ക് എങ്ങനെ കിട്ടി? നിങ്ങളൊന്ന് പറ. ആർക്കെങ്കിലും ഒരു ഉത്തരം ഉണ്ടെങ്കിൽ പറ. മറിയയ്ക്ക് എവിടെ നിന്ന് കിട്ടി ഈ വെളിപ്പാട്? മറിയ എവിടെ ഇരിക്കുന്ന ആളായിരുന്നു? അതാ ഉത്തരം. ഈ കൂടെ നടന്നാൽ മാത്രം പോരാ. ദേവദാസൻ നേരത്തെ പറഞ്ഞ് നടക്കുമ്പം കുറച്ച് കഴിയുമ്പോൾ ഇരിക്കും, ഇല്ലയോ? ഈ നടന്നാൽ അതെന്തോ ദുഷ്ടന്മാരുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പം അത് നടക്കല്ല്. പക്ഷെ പിന്നെ ആരുടെ കൂടെ നടക്കണം? യേശുവിൻ്റെ കൂടെ നടക്കണം. നടക്കുക മാത്രമല്ല, മറിയെ പോലെ യേശുവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കണം. ഒന്ന് ഉറക്കെ പറഞ്ഞ് ഇരിക്കണം. ഇപ്പം ഇരിക്കുന്ന പോലെ നമ്മൾ ആ ശബ്ദം, നമ്മൾ ഇതിപ്പോൾ ഇവിടെ ഇരുന്ന് നിങ്ങളങ്ങ് റൊട്ടി ഉണ്ടാക്കി തരുക, നിങ്ങളങ്ങ് കഴിക്കുക. അവിടെ ചെന്ന് നമ്മൾ യേശുവിൻ്റെ പാദപീഠത്തിലത്തെ ഈ വചനത്തിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് പ്രാപിക്കണം. ഇങ്ങോട്ട് എനിക്ക് വേണ്ടി പ്രാപിക്കണം. ആമേൻ. മറ്റുള്ളവർ ഒരുക്കി തരുന്നതല്ല, അതും വേണം നമുക്ക്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോകുമല്ലോ, നമ്മൾ സ്വന്തം വീട്ടിലും ഉണ്ടാക്കും. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഒരു ടേസ്റ്റിന് വേണ്ടിയൊക്കെ നമ്മൾ പുറത്തും പോയി കഴിക്കാറില്ലയോ? അതുപോലെ അതൊക്കെ എപ്പോഴും പുറത്ത് പോയാണോ കഴിക്കുന്നത്? എന്നിട്ട് വല്ലപ്പോഴും വീട്ടിലാണോ കഴിക്കുന്നത്? അങ്ങനെയാണോ? തിരിച്ചില്ലയോ? അങ്ങനെ ആയിരിക്കണം നമ്മുടെ ക്രിസ്ത്യ ജീവിതവും.
എപ്പോഴും നമ്മൾ സ്വന്തമായിട്ടിരുന്ന് പ്രാപിക്കണം. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു ചേഞ്ചിന് വേണ്ടി നമ്മൾ മറ്റുള്ളവർ പ്രാപിച്ചതും അവരിൽ നിന്നും നമ്മൾ പ്രാപിക്കണം. ആമേൻ, ഹല്ലേലൂയ. അപ്പം യേശുവിൻ്റെ പാദപീഠത്തിൽ, അത് യേശു തന്നെ പറഞ്ഞ കാര്യം. ലൂക്കോസിൻ്റെ സുവിശേഷം 10:38-39 വരെ നമ്മൾ വായിക്കുന്നില്ല. യേശു പറഞ്ഞു, അവിടെ മാർത്തയോട് പറഞ്ഞ ഒരു കാര്യമാണ്. എന്തുവാ അല്ലേ? അവിടെ നമ്മൾ കാണുന്നുണ്ട്. യേശു 39 എഴുതിയിട്ടുണ്ട്. മാർത്തയ്ക്ക് ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, മറിയ. അവൾ യേശുവിൻ്റെ പാദപീഠത്തിലിരുന്ന് യേശു പഠിപ്പിക്കുന്നത് കേട്ടുകൊണ്ടിരുന്നു. അപ്പം ഈ പലപ്പോഴും കേട്ടപ്പം യേശു ചില കാര്യങ്ങൾ പറഞ്ഞ് ഒടുവിലായപ്പോഴത്തേക്ക്, ഞാൻ മരിക്കപ്പെടും, എന്നെ പിടിക്കും, എന്നെ അവർ കൊല്ലും, നീ ഇത് പറഞ്ഞപ്പം മറ്റാർക്കും ഇതങ്ങോട്ട് ഗ്രഹിക്കാൻ വയ്യ. യേശുവിൻ്റെ സ്വന്തം ശിഷ്യന്മാർക്ക് ഈ തെരഞ്ഞെടുക്കപ്പെടുത്ത ഈ 12 അപ്പോസ്തലന്മാർക്ക് ഇതങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ വയ്യ. മനസ്സിലായോ? ഇത് അവരുടെ ഉള്ളിലോട്ട് കയറുന്നില്ല. അവർക്ക് അതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ വയ്യ. അവർ ചെയ്യുന്നേ ഇല്ല. അതുകൊണ്ടില്ലേ ഒടുവിൽ ഇവരെല്ലാം ഓടിപ്പോയത്. യോഹന്നാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും, അവർക്കിതങ്ങോട്ട് ഗ്രഹിക്കാൻ പറ്റുന്ന രീതി എന്തുവാ നടക്കുന്നത്? ഇത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്. ഇതെല്ലാം പറഞ്ഞിട്ട് പോലും ഇവരുടെ ഉള്ളിൽ കയറുന്നില്ല. പക്ഷെ മറിയ പാദപീഠത്തിൽ ഇരുന്ന് ഇത് കേൾക്കുക മാത്രമല്ല, ഇത് ഇംഗ്ലീഷിൽ വായിച്ച ലിസ്ണിങ്. ഒന്ന് ഹിയർ ഉണ്ട്, ഒന്ന് ലിസൺ ഉണ്ട്. അത് മലയാളത്തിൽ അങ്ങനെ 2 വാക്കുണ്ടോ എന്ന് അറിയത്തില്ല. ഒന്ന് കേൾക്കുക, ഒന്ന് ഗ്രഹിക്കുക. അപ്പം നമ്മൾ കേൾക്കുക മാത്രമല്ല, വചനം വായിക്കുക മാത്രമല്ല, പക്ഷെ ഇത് ഗ്രഹിക്കണം. ആമേൻ. ഇന്നാലേ അത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തിയിലേക്ക് നമ്മൾക്കത് കൊണ്ടുവരത്തുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. ഒരു ചെവിയിൽ നിന്ന് കേൾക്കുക മാത്രമല്ല, നമ്മുടെ ഉള്ളിലൊരു ചെവിയുണ്ട്. ആ ചെവിയും കൂടി ഇതിനെ റിസീവ് ചെയ്യണം. ആ ചെവിയും കൂടി ഇതിനെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യണം. ആമേൻ, ഹല്ലേലൂയ. സമയം പോയി, ഞാൻ അതുകൊണ്ട് ഇവിടെ നിർത്തുന്നു. അപ്പോൾ ഇവിടെ ഈ പ്രവചനം യേശു പറഞ്ഞ കാര്യം അവൾ കേട്ടു. അതനുസരിച്ച് അവൾ എന്തോ ചെയ്തു? പ്രതികരിച്ചു. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ അവൾ പറഞ്ഞ് ആ വീട്ടിൽ വന്നപ്പോൾ അവൾക്ക് മനസ്സിലായി, ഇനി ഒരു അവസരം എനിക്ക് കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല. ഇനി എനിക്കൊരവസരം കിട്ടുമോയെന്ന് എനിക്കറിയത്തില്ല. യേശുവിന് വേണ്ടി എനിക്ക് മടങ്ങി എന്ത് ചെയ്യാൻ പറ്റുമോ ഇത് ഞാൻ ഇന്ന് മാക്സിമം ചെയ്തിട്ടേ യേശുവിനെ എവിടുന്ന് വിടത്തുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. അവൾ ഓർത്തു, അവിടെ കുടുംബത്തിന് വേണ്ടി, അവിടെ സഹോദരന് വേണ്ടി യേശു ചെയ്തത് ഓർത്തപ്പോൾ അവൾ പറഞ്ഞ്, അവൾ നോക്കാൻ, അവൾ നേരത്തെ ശേഖരിച്ചെന്നാണ് പറയുന്നത്. അവൾ കുറേ നാളുകളായി ഇത് ഇവൾ തീരുമാനിച്ച് സേവിങ്, ഇംഗ്ലീഷ് ഷി വാസ് സേവിങ് ഇറ്റ് ഫോർ എ പർപ്പസ്. അവൾ അതിനു വേണ്ടി സേവ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എന്നിട്ട് പറഞ്ഞ്, ഇതാണ് ഇനി സമയം, ഇതെൻ്റെ കയ്യിൽ നിന്ന് ഇനി വിട്ടുപോകാൻ ഞാൻ അനുവദിക്കത്തില്ല. എന്നിട്ട് അവൾ ചെയ്ത്, മനുഷ്യരെന്തോ പറഞ്ഞോട്ടെ, എനിക്കത് വിഷയമല്ല, പക്ഷെ എനിക്കെൻ്റെ കർത്താവിന് വേണ്ടി ചെയ്യേണ്ടത് ഞാൻ ഇന്ന് ചെയ്തിട്ടേ അടങ്ങത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് അവൾ എന്തോ ചെയ്തു? അത് പൊട്ടിച്ച് യേശുവിൻ്റെ തലമേൽ ഒഴിച്ചു. ഹല്ലേലൂയ. മനുഷ്യർ പലതും പറഞ്ഞു, പക്ഷെ അവൾ പ്രതികരിക്കാതിരുന്നപ്പോൾ യേശു അവക്ക് വേണ്ടി സംസാരിച്ചു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും പ്രിയരെ, ഹല്ലേലൂയ, നമ്മൾ പലതും ചെയ്യുമ്പോൾ, പലതിൽ കൂടി കടന്നു പോകുമ്പോൾ, ഹല്ലേലൂയ, പലരും പലതും പറയും. പക്ഷേ മറിയത്തിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യവും ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രായോഗികമായി ഞാൻ ചെയ്ത കാര്യവുമാണ്, പലതും കേൾക്കുമ്പോൾ ചെവി അങ്ങ് അടയ്ക്കും. കർത്താവേ, അങ്ങ് എനിക്ക് വേണ്ടി സംസാരിച്ചാൽ മതി. അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ എത്ര മനോഹരമായിട്ടാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. എന്തുവാ കർത്താവ് പറഞ്ഞത്? ഹല്ലേലൂയ. മർക്കോസ് 14:6 ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നേ, ലീവ് ഹർ അലോൺ, വൈ ഡു യു ട്രബിൾ ഹർ. അവളെ വിട്ടേരെ, എന്തിനാ നിങ്ങൾ അവളെ ട്രബിൾ ചെയ്യുന്നേ? യേശു അവരെ തിരിച്ച് വഴക്ക് പറഞ്ഞു. ആമേൻ. അവർ മറിയത്തെ വഴക്ക് പറഞ്ഞപ്പം യേശു അവരെ തിരിച്ച് വഴക്ക് പറഞ്ഞു. വിട്ടേരെ അവളെ തൊടല്ല്. ആമേൻ. അവളോടൊന്നും പറയല്ലേ. ആമേൻ. എന്തുകൊണ്ടാ? ബിക്കോസ് ഷീ ഹാസ് ഡൺ എ ബ്യൂട്ടിഫുൾ തിങ് ടു മീ. അവിടെ എന്തുവാ മലയാളത്തിൽ എഴുതിയേക്കുന്നത്? അവൾ എന്നിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. ഓക്കെ, നല്ല, അത്രയും അങ്ങോട്ട് സുഖമില്ല ആ വരി. ഇതിനകത്ത് അവൾ എനിക്കൊരു മനോഹരമായ ഒരു കാര്യം അവൾ എനിക്ക് വേണ്ടി ചെയ്തു വെച്ചേക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. മറ്റുള്ളവർ അതിനകത്ത് കുറ്റം കണ്ടപ്പോൾ യേശു പറഞ്ഞത്, ദാറ്റ് ഈസ് ബ്യൂട്ടിഫുൾ.
ദാറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ബ്യൂട്ടിഫുൾ എന്നാ യേശു പ്രതികരിച്ചത്. ഹല്ലേലൂയ. എന്നിട്ട് ആ വീട് നമുക്കറിയാം, ആ 12:3 യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണുന്ന ആ വീട് മൊത്തം ആ പെർഫ്യൂമിൻ്റെ ആ സുഗന്ധ കൊണ്ട് നിറഞ്ഞ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ മനോഹരമായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴുണ്ടല്ലോ, അത് പലവർക്കതൊരു ഗുണമായി തീരും. ഈ നമ്മളെ അതും ഇതും പറഞ്ഞവർക്ക് പോലും ആ മണം കിട്ടും. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അവളെ കുറ്റപ്പെടുത്തിയവരും അവർ വീട്ടിൽ തിരിച്ചു പോയപ്പം ഈ മണം കൊണ്ടാന്ന് പോയെന്ന് അവർക്കതിനെ ഡിനൈ ചെയ്യാൻ പറ്റത്തില്ല. മറിയ ചെയ്തതിനെ അവർക്കെന്തോ ഡിനൈ അല്ലെ, അവർക്ക് അതിനെ അല്ലല്ല തിരിച്ച് എതിർക്കാൻ പറ്റത്തില്ല. അവളെ അത് ഇത് പറഞ്ഞെങ്കിലും പക്ഷെ അവക്ക് ഈ മണം കൊണ്ട് അവർ വീട്ടിൽ പോന്നു. ഞാൻ അതുപോലത്തെ ഒരു സാധനമാണ് ഇത്. വീട് മൊത്തം അങ്ങ് നിറഞ്ഞ്. ഹല്ലേലൂയ, 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 ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങൾ പ്രതികരിക്കാതിരിക്കുവാണെങ്കിൽ യേശു പ്രതികരിക്കുമ്പം ആമേൻ മറ്റുള്ളവർക്ക് പോലും അതെത്തുമെന്ന് അതിൻ്റെ ആ മണം എത്തും. നിങ്ങളങ്ങ് ചെയ്താൽ മതി, നിങ്ങളുടെ പ്രവൃത്തി കർത്താവിന് വേണ്ടി അങ്ങ് വിട്ടുകൊടുത്താൽ മതി. ആമേൻ, ഹല്ലേലൂയ. മറുപടി ഒന്നും ആർക്കും പറയാൻ പോകണ്ട, മറുപടി പറയാൻ നിൽക്കല്ലേ, അത് കേൾക്കുക പോലും ചെയ്യല്ലെന്ന്. ആരെങ്കിലും എന്ന് പറയുമ്പോൾ ചെവി അങ്ങ് അടച്ചാൽ മതി. ആമേൻ, ആമേൻ. കർത്താവെ ഞാൻ കേൾക്കുന്ന പോലും ഇല്ലെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അങ്ങ് പൊയ്ക്കോണം. ആമേൻ, ഹല്ലേലൂയ. അന്നേരം യേശു എന്തോ പറഞ്ഞു. ആമേൻ. യേശു അവക്ക് വേണ്ടി ഇത് പറഞ്ഞ് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നത് മത്തായി 26:13 എഴുതിയിട്ടുണ്ട്. അല്ലേ, മർക്കോസ് 14:9 എഴുതിയിട്ടുണ്ട്. എവിടൊക്കെ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം എല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും. ഒരു മെമ്മോറിയൽ എൻ്റെ യേശു അവക്ക് വേണ്ടി അങ്ങ് ക്രിയേറ്റ് ചെയ്ത്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, എൻഡ്യൂറിംഗ് മെമ്മോറിയൽ ജീസസ് ക്രിയേറ്റഡ് ഫോർ അവർ ആക്ട്. ഹല്ലേലൂയ. മലയാളത്തിൽ ഞാനത് എഴുതി വെച്ചിട്ടുണ്ട്. ആമേൻ. അവളുടെ പ്രവർത്തിക്കായി ആമേൻ യേശു അവക്ക് വേണ്ടി ഒരു ശാശ്വതമായ സ്മാരകം ആമേൻ സ്മാരകം ഉണ്ടാക്കി, അല്ലെ, സൃഷ്ടിച്ച്. ആമേൻ, ഹല്ലേലൂയ. ഇതിൽ കൂടുതൽ വല്ലതും വേണം? ഇതിൽ കൂടുതൽ സുവിശേഷം എവിടെയൊക്കെ പോകുന്നു അത് ഇവള് പറഞ്ഞത് പോകും. ഇന്നും പറയുന്നില്ലയോ? 2024 വർഷം കഴിഞ്ഞു, ഇന്നും മറിയ ചെയ്തത്. ആമേൻ. ഞാൻ ചിന്തിക്കുന്ന അവൾ തിരിച്ച് വഴക്കുണ്ടാക്കാൻ അവിടെ നിന്നായിരുന്നെങ്കിൽ ചിലപ്പം ഈ കഥ ഇതിനകത്ത് വരത്തില്ല. അപ്പം ചെയ്യുന്ന മാത്രമല്ല, 4 പേരെ കാണിക്കാനല്ല നമ്മൾ ചെയ്യുന്നേ, ഈ നല്ല മനസ്സോടുകൂടി നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യണം. ആമേൻ. നല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ ആരെന്തോ പറഞ്ഞാലും നമുക്ക് വിഷയമല്ല. മനസ്സിലായോ? ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്നിട്ട് അവൾ അങ്ങനെ ചെയ്തു. പലപ്പോഴും ശിഷ്യന്മാർ സ്ഥാനത്തിനു വേണ്ടി മാനത്തിനു വേണ്ടി തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ട്. പക്ഷെ ഈ സഹോദരി ചോദിക്കാതെ ഇങ്ങോട്ട് കിട്ടി ഒരു ശാശ്വത സ്മാരകം. അവർക്ക് പേരും പെരുമയൊക്കെ വേണമായിരുന്നു, പക്ഷേ ഇവക്കൊന്നും വേണ്ടായിരുന്നു. അവൾ അവിടെ സ്നേഹം പ്രകടിപ്പിച്ചെന്ന് മാത്രം. പക്ഷേ യേശു അവൾക്ക് വേണ്ടി ഒരു ശാശ്വത, ഒരു ഇറ്റേണൽ മെമ്മറി. സുവിശേഷം എവിടെയൊക്കെ പ്രസംഗിക്കപ്പെടുന്നു അവിടെയൊക്കെ ഇവിടെ പ്രവൃത്തി പറയപ്പെടും. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൾ ഇതൊന്നും ആഗ്രഹിച്ചതല്ല. അപ്പം നമ്മൾ ആഗ്രഹിക്കല്ലേ, നമ്മൾ എന്തുവേലും കർത്താവിന് വേണ്ടി ചെയ്യുന്നെങ്കിൽ, ചെലവഴിക്കുന്നെങ്കിൽ തിരിച്ചെന്തേലും ഒന്ന് കിട്ടും, പേര് കിട്ടും, സ്റ്റേജിൽ എൻ്റെ പേര് വിളിക്കും, അല്ലെ അങ്ങനെ ഇങ്ങനെയാണെന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചല്ല ചെയ്യേണ്ടത്. ആ സ്നേഹം നിങ്ങൾ കർത്താവിനോട് കാണിച്ചാൽ മതി. ആമേൻ, ഹല്ലേലൂയ. നിസ്വാർത്ഥ സ്നേഹം നമ്മൾ കാണിക്കുമ്പോൾ കർത്താവ് സ്വർഗം പ്രതികരിക്കാതിരിക്കത്തില്ല. ആമേൻ, ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.